Dr. Bindu KS ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. We welcome you and ma'am, please request everyone to start with standing ovation, please. A standing ovation. ഒരു കൾച്ചറൽ പ്രോഗ്രാം വേണ്ടി നമുക്ക് നമ്മുടെ മെയിൻ പോകാം. ഏതായാലും ഞാൻ ഒന്നുകൂടെ പരിചയപ്പെട്ടാണ് മാം സീനിയർ കൺസൾട്ടന്റ് ഇൻ ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി at Apollo Hospital, Navi Mumbai. She is having more than 21 years of experience in obstetrics and gynecology. Graduation അതേപോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ മാം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോടിലാണ് ചെയ്തിരുന്നത്. And her special areas of interest are high risk pregnancy, infertility and vaginal surgeries ആണ്. പിന്നെ അവാർഡുകളും അതേപോലെ തന്നെ അംഗീകാരങ്ങളൊക്കെ പറയുകയാണെങ്കിൽ വലിയൊരു നീണ്ടതില്ല. എന്നാലും അതിൽ ചിലത് മാത്രം ഞാൻ സമയത്തിന്റെ പരിമിതി കാരണം ഞാൻ കുറച്ചേ പറയുന്നു. Silver medal for best paper presentation in 22nd All Kerala Conference of Gynecology. Dr. Mandakini Malihar Prize for best case discussed during Joint Labs NMOGS during the year 2008-2009. Mayank Palihar Award for best committee member 2013-2015. Guinness record holder for participating in largest cervical screening cancer reporting contest in Boston. First prize for poster presentation titled Adolescent Storm and Stress Beyond Hormones. Research and publications second author for publication in Journal of Evolution of Clinical and Dental Sciences. And certification and professional membership she is the Vice President Navi Mumbai Obstetric and Gynecology Society NMOGS. Managing Committee member Navi Mumbai Obstetric Gynecology Society NMOGS. She is a member of Indian Menopause Society. ഇപ്പോൾ നമുക്ക് ഡോക്ടറിനെ ആദരിക്കാൻ സമയമായി. നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ചെത്തിയ ഡോക്ടറിനെ ആദരിക്കാൻ കണ്ണൂർ അഞ്ജന മാമിനെയും അതേപോലെ മൊമെന്റോ കൊടുക്കാൻ ശ്രീജ പേരെയും കൂടി ക്ഷണിക്കുന്നു. Thank you, Aisha ma'am. Thank you, Sridhar ma'am. കുറച്ച് ഇപ്പോഴുള്ള മാതിരി തോന്നുന്നു. വേണമെങ്കിൽ സ്ത്രീകൾക്ക് മുന്നോട്ട് വരാം. കുറച്ചുകൂടി ഓപ്പണായിട്ട് സംസാരിക്കാൻ പുരുഷന്മാരോട് വേണോ? പുരുഷന്മാർ ഇന്നാലും കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് കുഴപ്പമുണ്ടെങ്കിൽ അവരെ വിളിച്ച് പുറത്താക്കിക്കോളൂ. വളരെ നന്ദിയുണ്ട്. പ്രോഗ്രാം പറ്റിയ ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് മലയാളി സമാജത്തിൽ എപ്പോഴും പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. പക്ഷെ നായർ സമാജത്തിൻ്റെ പ്രോഗ്രാമിന് ആദ്യമായിട്ടാണ് വരുന്നത്. വളരെ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ അഞ്ജന മേഡം വിളിച്ചതും എന്താ പറയുക, ഷി വാസ് വെരി മച്ച് ബിഹൈൻഡ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് മരണം എന്നുള്ളത്. വളരെ ഇത്രയധികം മര്യാദയോടും ഇതോടും വളരെ വളരെ നന്ദിയുണ്ട് വിളിച്ചതിനും. അങ്ങനെ എനിക്ക് വരാനുള്ള വെയിറ്റ് കാരണം എൻ്റെ ഡ്രൈവറൊക്കെ കുറച്ച് ബിസി ആയതുകൊണ്ട് അതൊക്കെ അറേഞ്ച് ചെയ്ത് അതിനും വളരെ നന്ദിയുണ്ട്. പിന്നെ ഏജ് ജസ്റ്റ് നമ്പർ പ്രോഗ്രാം ഏതായാലും ഒരു 10 മിനിറ്റ് മുന്നേ വന്നതുകൊണ്ട് അങ്ങനത്തെ പ്രോഗ്രാം കണ്ട് എൻജോയ് ചെയ്യാനും ഇന്നത്തെ ഒപ്പിടിയുടെ ക്ഷീണം മാറി കിട്ടും. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ഇന്ററാക്റ്റീവ് സെഷനാണോ താല്പര്യം, അല്ലെങ്കിൽ ഞാനൊരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് പിന്നെ ക്വസ്റ്റ്യൻസ് ആണോ? ഓക്കെ. ഇപ്പോൾ ഇന്റർനാഷണൽ വിമൻസ് ഡേ, ഒരു ഇന്റർനാഷണൽ വിമൻസ് വീക്ക്, ഇന്റർനാഷണൽ വിമൻസ് ഇയർ എല്ലാം ഉണ്ട്. ഈ ഒരാഴ്ച ഫുൾ പരിപാടികളും കാര്യങ്ങളായിട്ട് എല്ലാവരും ബിസിയാണ്. പക്ഷെ ഇക്കൊല്ലത്തെ തീം എല്ലാവർക്കും അറിയാലോ. വാട്ട് ഈസ് ദ തീം? വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താണ് ആക്സിലറേറ്റ് ആക്ഷൻ? അതെ, എല്ലാവരും ഒത്തിരി എന്താ പറയുക, വിമൻ ആർ പവർഫുൾ നമ്മുടെ. വിമനാണ് ഒരു സെന്റർ പില്ലർ അല്ലെങ്കിൽ ഒരു നാടുന്തോണ്. അതുകൊണ്ടാണ് അവര് ഹെൽത്തി ആയിരുന്നാൽ മാത്രമേ ഉള്ളൂ. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ കഴിവതും നമ്മളത് മനസ്സിലാക്കി സ്വന്തമായിട്ട്, അതിനാരെയും ഫാമിലിയിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, സ്വന്തമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളും ആദ്യമേ ഡോക്ടറെ സമീപിച്ച് അല്ലെങ്കിൽ അതിനുള്ള ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളും
കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ സ്ട്രോങ് ആയിരുന്നാലേ നമ്മുടെ ഫാമിലി സ്ട്രോങ് ആവുള്ളൂ. ഫാമിലി സ്ട്രോങ് ആയാൽ പിന്നെ ഇത് നേഷൻ സ്ട്രോങ് ആവും. നേഷൻ സ്ട്രോങ് ആയ കമ്മ്യൂണിറ്റി സ്ട്രോങ് ആവും. പിന്നെ ഫുൾ ഇത് വേൾഡും സ്ട്രോങ് ആവുന്നത് അങ്ങനെയാണ്. അപ്പൊ സ്ത്രീകൾ അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ്. അതിനാണ് ഞാനൊരു ചെറിയ കുറച്ച് ടിപ്സും ഇതും ഒക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചെറുതായ ക്വറീസും ഒക്കെ അഡ്രസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്ത്രീകളുടെ തരമായ ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അല്ലെങ്കിൽ ഗർഭാശയ സംബന്ധമായ അസുഖങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും താല്പര്യം അല്ലേ? അപ്പോൾ ഇത് സ്ത്രീകളുടേതായ തലതിരിപ്പ് കൂടുതൽ പുരുഷന്മാരെ കാട്ടും. സ്ത്രീകൾ എന്താ പറയുക ആരോഗ്യവതികളും അവർക്ക് ഹാർട്ട് പ്രോബ്ലം അല്ലെങ്കിൽ ബി പി ഉണ്ടാവാനുള്ള ചാൻസ് ഒക്കെ ഒത്തിരി കുറവാണ്. അത് ആദ്യം പറയാൻ പറ്റുമോ എന്താ കാരണം എന്നുള്ളത്? അവരുടെ ഹോർമോണിന്റെ ഘടന കൊണ്ടാണ്. ഹോർമോൺ വാട്ട് ഇസ് ദ ഹോർമോൺ? ഏത് ഹോർമോണാണ്? മോള് പറയും ഏത് ഹോർമോണാണ്? ഈസ്ട്രോജൻ. സോ ഈസ്ട്രോജൻ ഇസ് എ വെരി പ്രൊട്ടക്റ്റീവ് ഹോർമോൺ. ഈസ്ട്രോജൻ ഉള്ളതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഈ കൊളസ്ട്രോൾ പെട്ടെന്ന് വരാണ്ടിരിക്കാനും ഈ ഹാർട്ടിന്റെ സംബന്ധമായ അസുഖങ്ങൾ ഇല്ലാണ്ടിരിക്കാനും ഒത്തിരി ഹെൽത്തി ആയിട്ടും എല്ലാ കാര്യങ്ങളും ഒരു 10 കൈയുള്ള മാതിരിയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മള് സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ ആദ്യം മനസ്സിലാക്കുന്നത് ഫസ്റ്റ് നമുക്ക് ഓരോരോ ഓർഗനായിട്ട് സംസാരിക്കാം. യൂറിനറി പ്രോബ്ലംസ് ഒത്തിരി സ്ത്രീകൾക്കും യൂറിനറി പ്രോബ്ലംസ് പുരുഷന്മാരെക്കാട്ടും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. യൂറിനറി പ്രോബ്ലംസ് പുരുഷന്മാരെക്കാട്ടും കൂടുതൽ സ്ത്രീകളിലാണ് കാണുന്നത്. അതിനും കാരണങ്ങളുണ്ട്. അനാറ്റമി സ്ത്രീകളുടെ അനാറ്റമി നോക്കുകയാണെങ്കിൽ യൂറിനറി പാസേജ് അല്ലെങ്കിൽ യൂറത്ര ഈ മൂത്രനാളം പുറത്തേക്കാണ് ഉള്ളത്. പുരുഷന്മാർക്കാണെങ്കിൽ അതിനൊരു പ്രൊട്ടക്റ്റീവ് കവറിങ് പീനസിന്റെ ഉള്ളിലാണ് യൂറിത്ര ഉള്ളത്. പക്ഷെ സ്ത്രീകൾക്ക് അത് തുറന്ന ഓർഗനാണ്. അതിന്റെ അടുത്താണ് യോനിദ്വാരവും മലദ്വാരവും എത്തുന്നത്. അപ്പം എക്കോ വരുന്നുണ്ടോ? ക്ലിയർ അല്ലേ? അപ്പം ഈ യൂറത്ര വെജൈനയിലെയും അല്ലെങ്കിൽ യോനിദ്വാരത്തിലെയും ഏനസിന്റെ അടുത്തായതുകൊണ്ടാണ് അതിന് അധികം ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എല്ലാവർക്കും അറിയാം. ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ വരിക, പെട്ടെന്ന് മൂത്രം വെട്ടി കഴിഞ്ഞാൽ നമുക്കത് അർജന്റായിട്ട് പാസ് ചെയ്യാനുള്ള ടെൻഡൻസി വരിക, പിന്നെ ഈ ബേണിങ് അല്ലെങ്കിൽ ജലൻ അല്ലെങ്കിൽ എരിച്ചില് പുകച്ചില്, പിന്നെ ചിലപ്പോൾ ബ്ലഡ് പോകും. അങ്ങനത്തെയൊക്കെ അസുഖങ്ങൾ ഉണ്ടാവുന്ന കാര്യമുണ്ട്. അപ്പൊ അതിന്റെ പ്രിവെൻഷനും ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അപ്പൊ പെട്ടെന്ന് ഡോക്ടർ ചിലർക്ക് പണി ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ഡോക്ടർക്ക് പോയിട്ട് ഇൻഫെക്ഷൻ യൂറിൻ ടെസ്റ്റുകൾ ചെയ്തു ട്രീറ്റ്മെന്റ് എടുക്കുന്നു. പക്ഷെ നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ ഞാനിപ്പോൾ അതിന് പ്രതിരോധത്തിനുള്ള മാർഗങ്ങളാണ് പറഞ്ഞത്. നോർമലി ഈ മെനോപോസ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ഈ യൂറിൻ പ്രോബ്ലം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവർക്ക് ഈ ഹോർമോൺ ഈസ്ട്രോജൻ കുറയുന്നതുകൊണ്ടും അവിടുത്തെ ഡ്രൈനസ്സും ഇതുകൊണ്ടും അവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ പെട്ടെന്ന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. യൂറിൻ ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാൻ ഫസ്റ്റ് തിങ് വെള്ളം അതിൻ്റെ അളവ് ഒത്തിരി കൂട്ടണം. ഒരു 3 ലിറ്ററെങ്കിലും ഒരു ദിവസം വെള്ളം കുടിക്കണം. പിന്നെ കഴിവതും പബ്ലിക് ടോയ്ലറ്റ്സ് അധികം ഉപയോഗിക്കാണ്ടിരിക്കാൻ നോക്കുക. ഉപയോഗിക്കാൻ അവസരങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ ഒത്തിരി സൗകര്യങ്ങളുണ്ടല്ലോ, അവിടെ സ്പ്രേ ഇടാനോ അല്ലെങ്കിൽ ഒരു അതിൻ്റെ എന്താ പറയുക ഷീറ്റ് ഉപയോഗിക്കാനോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ വേറെ കഴുകും അവർ വൃത്തിയാക്കുമ്പോൾ മുകൾ ഭാഗത്തു നിന്ന് താഴോട്ട് വൃത്തിയാക്കണം. ഇത് മലദ്വാരത്തിന്റെ അവിടെ കൈ പ്രവേശിച്ച് പിന്നെ അത് മുകളിലോട്ട് കൊണ്ടുവന്നാൽ പിന്നെ ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഇത് എന്താ പറയുക ബന്ധപ്പെടുന്നതിന് മുന്നേ യൂറിൻ പാസ് ചെയ്യണം, അതിനുശേഷവും യൂറിൻ പാസ് ചെയ്യണം. പിന്നെ ഇതൊക്കെയാണ് വെള്ളം. പിന്നെ ഒരു ഡബിൾ വോയിഡിങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ചിലർക്ക് യൂറിൻ പോകേണ്ടി വന്ന് ആദ്യം പോയിട്ട് കുറച്ച് ഒഴിച്ചിട്ട് പെട്ടെന്ന് അടിക്കുക. അങ്ങനെ ചെയ്യരുത്. കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് മുഴുവനായിട്ട് എംപ്റ്റി ചെയ്താൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ യൂറിൻ ഇൻഫെക്ഷൻ ഒത്തിരി പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് പറ്റും. പിന്നെ ഒരു പ്രോബ്ലം, സ്ത്രീകൾക്ക് ഒരു 40 വയസ്സ് 35-40 വയസ്സ് 50 വയസ്സാകുന്ന സ്ത്രീകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മൂത്രം പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതിനാണ് ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന് പറയുന്നത്. ഓവർ ആക്റ്റീവ് അത് കാരണം എന്താ വെച്ചാൽ ഒരു യൂറിനറി ബ്ലാഡറിൽ ഒരു 150 ml വരെ യൂറിൻ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് ആ ടെൻഡൻസി വരും. പക്ഷെ മാക്സിമം 400-500 ml വരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അതൊരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ ഫീലിംഗ് ഉണ്ടാവുള്ളൂ മൂത്രമൊഴി. പക്ഷെ ചിലർക്ക് ഈ 15-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും
പോയി കഴിഞ്ഞാൽ ശമ്പളമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ളത് വരുമ്പോൾ അതിനാണ് പറയുന്നത് ഓവർ ആക്റ്റീവ് ബ്ലാഡർ. അതെന്തുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ കുറച്ച് മൂത്രം അറിയുമ്പോഴത്തേക്കും മൂത്രസഞ്ചിയിൽ മറ്റേ ഒരു ഇറിറ്റേഷൻ വരും, അതിൻ്റെ മസിൽ കൺട്രാക്ഷൻ കൊണ്ടാണ് അത് വരുന്നത്. അതിന് വേണ്ടിയിട്ട് ഉള്ള ചികിത്സ എന്താണെന്ന് വെച്ചാൽ കുറച്ചു നേരം ബ്ലാഡർ എക്സസൈസസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പ്രിവെൻഷൻ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഈഗൽ എക്സസൈസ് ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. യോനിദ്വാരം മലദ്വാരത്തിലെയും മേൽപോട്ട് ഇങ്ങനെ ശ്വാസം പിടിച്ചൊരു 10 സെക്കൻഡ് അവിടുത്തെ ഓർഗൻ അവിടുത്തെ സ്ട്രെങ്ത് കൂട്ടാനുള്ള സാധനങ്ങളാണത്. പെൽവിക് ഫ്ലോറിന്റെ മസിൽ സ്ട്രെങ്ത് കൂട്ടാനുണ്ട്. അപ്പോൾ ഈ യോനിദ്വാരം മലദ്വാരത്തിന് മേൽപോട്ട് എഴുത്ത് പിടിച്ച് ഒരു 10 പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല എക്സസൈസ്. ഒരു 10 സെക്കൻഡ് വരെ മേലെ പിടിച്ച് പിന്നെ അത് ശ്വാസം പിടിച്ച് വെച്ച് കൗണ്ടിങ് 10 വരെ എണ്ണുക. അത് കഴിഞ്ഞിട്ട് അത് റിലീസ് ആക്കുക. അങ്ങനെ 10 പ്രാവശ്യം രാവിലെ, 10 പ്രാവശ്യം ഉച്ചയ്ക്ക്, 10 പ്രാവശ്യം കഴിക്കും. 30-40 പ്രാവശ്യം ചെയ്താൽ ബ്ലഡിന്റെ സ്ട്രെങ്ത്തും അവിടുത്തെ ഇത് കാരണം പല കാര്യങ്ങളും പ്രിവെന്റ് ചെയ്യാം. ഈ ഗർഭപാത്രം താഴ്ച, ഈ പ്രൊലാപ്സ് യൂട്രസ്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഈ രീതിയിൽ എക്സസൈസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ വേറൊരു പ്രശ്നം സ്ത്രീകൾക്ക് ഈ വെള്ളപ്പൊക്കം എന്നുള്ളൊരു പ്രശ്നമാണ്. വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് സ്ത്രീകൾക്ക് അത് നോർമൽ തരത്തിലുള്ള ഡിസ്ചാർജ് ഉണ്ട്. ഓവുലേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ പീരീഡിന്റെ പകുതി ആകുമ്പോഴത്തേക്ക് 14-15 ദിവസം ആകുമ്പോഴത്തേക്ക് കുറച്ച് ഡിസ്ചാർജ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പീരീഡിന് മുന്നേ ഇത് വളരെ നോർമൽ ആയിട്ടുള്ള ഡിസ്ചാർജാണ്, ഇതൊരു അസുഖമല്ല. പിന്നെ ഇത് ആദ്യം ഫസ്റ്റ് ഡിസ്ചാർജ് ചിലപ്പോൾ ലൈറ്റ് ആയിട്ടേ ഉണ്ടാവുള്ളൂ, പിന്നെ പീരീഡ്സോട് അടിക്കുമ്പോൾ കുറച്ച് തിക്കാവും. പക്ഷെ എപ്പോഴാണ് ഡോക്ടറെ സമീപിക്കേണ്ടത്? ഈ ഡിസ്ചാർജ് കാരണം ഒത്തിരി ചൊറിച്ചിൽ വരിക, അവിടെ അസഹ്യമായ ചൊറിച്ചിൽ വരിക, അല്ലെങ്കിൽ അവിടെ ചോർന്ന് തടിക്കുക, അല്ലെങ്കിൽ ഈ തൈര് മാതിരത്തെ ഡിസ്ചാർജ് വരിക, അല്ലെങ്കിൽ സ്മെല്ലുള്ള ഫോൾ സ്മെല്ലിങ് ഈ ഡിസ്ചാർജും അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ അവിടെ എച്ചിൽ കുറച്ച് അങ്ങനെയുള്ള അവസരങ്ങളിൽ അത് ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയില്ല. അത് മിക്കവാറും ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ, ഈ ഡയബറ്റീസ് ആയ ഉണ്ടാകുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ഒരു മിക്കവാറും ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇമ്മ്യൂണിറ്റി കുറവുള്ള സ്ത്രീകളുണ്ട്, അങ്ങനെയുള്ളവർക്കും അല്ലെങ്കിൽ കുറേ ഒത്തിരി ആൻറ്റിബയോട്ടിക് കഴിക്കുന്നു എന്താണെന്ന് വെച്ചാൽ നോർമലി വെജൈന അല്ലെങ്കിൽ യോനിദ്വാരത്തിൽ ഫ്രണ്ട്ലി ബാക്ടീരിയ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. നല്ല ബാക്ടീരിയ, ചീത്ത ബാക്ടീരിയ ഉണ്ട്. ഈ നല്ല ബാക്ടീരിയ ലാക്ടോബാസിലസ് ആണ്. ലാക്ടോബാസിലസ് നമ്മൾ ഈ തൈരൊക്കെ കുടിച്ചാലൊക്കെ ലാക്ടോബാസിലസ് കിട്ടും. പിന്നെ ഈ മാർക്കറ്റിൽ ഈ വാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പ്രോഡക്ട്സ് ഉണ്ട്. അത് ആക്ച്വലി ഞങ്ങളത്ര മാർക്കറ്റിംഗ് ചെയ്താൽ ഞങ്ങളത്ര എൻകറേജ് ചെയ്യാറില്ല. സാധാരണ ടാപ്പ് വാട്ടർ കൊണ്ട് വൃത്തിയാക്കി ഡ്രൈ ആക്കി വെച്ചാൽ മതി. പിന്നെ ഇതിന് ഒത്തിരി ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിയുമ്പോൾ അവിടുത്തെ ഓർഗാനിസം ഡിസ്ട്രോയ് ആകുമ്പോൾ അങ്ങനെയുള്ള അവസരത്തിലും ഈ അസുഖം വരാറുണ്ട്. ഇനി വേറൊരു ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ആർത്തവ സംബന്ധമായ അസുഖങ്ങൾ, അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ്. നോർമലി സ്ത്രീകൾക്ക് ഒരു 3-4 ദിവസം മെൻസസ് ഉണ്ടാവും. 28-30 ദിവസത്തിൽ വരുന്നതാണ് ഒരു മെൻസസിന്റെ ഘടന. പക്ഷേ 21 ദിവസം മുന്നേ മെൻസസ് വരിക, അല്ലെങ്കിൽ 35 ദിവസത്തിന് ശേഷം മെൻസസ് വരിക, ഇത് രണ്ടും അബ്നോർമലാണ്. പക്ഷെ ചില സ്ത്രീകൾക്ക് ഇപ്പോൾ ഒത്തിരി കുട്ടികൾ, കൗമാരപ്രായമായ കുട്ടികളുടെ അല്ലെങ്കിൽ 20-25 വയസ്സുള്ള സ്ത്രീകൾക്ക് ഒരു PCOD എന്ന് പറഞ്ഞിട്ടൊരു അസുഖമുണ്ട്. എല്ലാവരും കേട്ടിരിക്കുക PCOD എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആക്കാൻ വേണ്ടി PCOD-നെ പറ്റി നിങ്ങൾക്ക് എന്താ അറിയാന്നുള്ളത്? PCOD എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ്. അത് കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് എന്താണ് ഉണ്ടാവാറ്? വെരി ഗുഡ്. കൺസീവ് ചെയ്യാൻ ലേറ്റ് ആവും. പിന്നെ ലേറ്റ് ആവും. ഓക്കെ, വെരി ഗുഡ്. പിന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യും. ഹെയർ ലോസ്. വെരി ഗുഡ്. എല്ലാവരും അതേപറ്റിയൊക്കെ അറിയാൻ കുറെ വായിച്ചിട്ടുണ്ട്. പിന്നെ തൈറോയിഡ് വരാൻ ചാൻസ്. തൈറോയിഡ് ക്യാൻ ബി അസോസിയേറ്റഡ്, നോട്ട് നെസസറിലി. പിന്നെ PCOD-യുള്ള അസുഖം മിക്കവാറും അത് കുറച്ച് ഒരു ചെറിയ ചാൻസ് ഒരു ജനറ്റിക് ആവാൻ, കാരണം അമ്മമാർക്കോ സിസ്റ്റർമാർക്കോ PCOD-ന്റെ ടെൻഡൻസി വരില്ല. അങ്ങനെയുള്ള സ്ത്രീകൾക്കും PCOD ഉണ്ടാവേണ്ട സാധ്യതയുണ്ട്. ഈ ഒത്തിരി പണ്ടൊക്കെ പറയുകയാണെങ്കിൽ 10% ആൾക്കാർക്ക് ഈ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കുകയാണെങ്കിൽ 25% വരെ ഞങ്ങളുടെ OPD-യിൽ ഒരു 10 പേഷ്യന്റ് നോക്കുകയാണെങ്കിൽ പണ്ട് ഒരാളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ 3-4 ആൾ, 10-3-4 ആൾക്കും PCOD
ഒ ഡി ആണ്. പി സി ഒ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസിസ്റ്റിക് ഓവറി. അങ്ങനെ പറഞ്ഞാൽ ഓവറിയിൽ ചെറിയ ചെറിയ കുമിളകൾ, അല്ലെങ്കിൽ കുമിളകൾ അത് സിസ്റ്റ് അല്ല, ആക്ച്വലി അത് വളർച്ച എത്താത്ത എഗ്സ്, അല്ലെങ്കിൽ ഇത് അണ്ടോൽപാദന പ്രക്രിയ കറക്റ്റായിട്ട് വരാറില്ല. അതിനാണ് പി സി ഒ ഡി എന്ന് പറയുന്നത്. ഈ അണ്ടങ്ങൾ തന്നെ ഈ ചെറിയ ചെറിയ പുഴുക്കൾ അല്ലെങ്കിൽ സിസ്റ്റ് ആയിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഉണ്ട്. അത് കൂടാണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. തീരെ എന്താ പറയുക, ഭക്ഷണ രീതിയിൽ ഒത്തിരി ഫാറ്റി ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ്, അങ്ങനെ ഒത്തിരി തീരെ മൈദ, റിഫൈൻഡ് ആയിട്ടുള്ള, പിന്നെ ഷുഗേഴ്സ്, എക്സ്ട്രാ സ്വീറ്റ് കഴിക്കുകയൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ പി സി ഒ ഡി കൂടാറുണ്ട്. പിന്നെ പി സി ഒ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ മാസവും എല്ലാവർക്കും അറിയാലോ, ഒരു അണ്ടം ഇങ്ങനെ വലുതായി സ്ത്രീകൾക്ക് ഓവുലേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയ എല്ലാ 14th 15th നടക്കുന്നത്. അതിങ്ങനെ ഒരു ചെറിയ അണ്ടം വലുതായി ഒരു വളർച്ച പ്രാപിച്ച് ഒരു 14th 15th ഡേ റിലീസാവും. അപ്പൊ അത് പ്രഗ്നൻസി അല്ലെങ്കിൽ ആ മെൻസസ് ആയിട്ട് യൂട്രസിന്റെ ലൈനിങ് ഷെഡ് ആവും. അപ്പൊ ഈ പ്രക്രിയ ഡിസ്റ്റർബ് ആവുന്നതാണ്. ഈ പ്രക്രിയ നടക്കുന്നില്ല ഈ പി സി ഒ ഡിയിൽ. ഈ അണ്ടോൽപാദനം കറക്റ്റായി നടക്കാത്തതുകൊണ്ട് അണ്ടം ചെറിയ ചെറിയ കുരുക്കളായിട്ട് ഇങ്ങനെ സിസ്റ്റ് മാതിരി സ്കാനിൽ ചെയ്യുമ്പോൾ പി സി ഒ ഡി കാണും. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തൊക്കെ സംഭവിക്കാം? പീരീഡ് ഓവുലേഷൻ നടക്കാത്തതുകൊണ്ട് പീരീഡ് ലേറ്റ് ആവും. അല്ലെങ്കിൽ പീരീഡ് വരുമ്പോൾ പിന്നെ എന്താ സംഭവിക്കും? ഒത്തിരി ബ്ലീഡിങ് നിർത്തുന്നതേ ഇല്ല. ചിലവർക്ക് അതേസമയം പല രീതിയിൽ പി സി ഒ ഡി ഉണ്ടാവും. ചിലവർക്ക് ബ്ലീഡിങ് കുറവായിട്ടും പി സി ഒ ഡി ഉണ്ട്. കാരണം അണ്ടോൽപാദനം നടക്കാത്തതുകൊണ്ട് യൂട്രസിന്റെ ലൈനിങ് പ്രഗ്നൻസിക്ക് പ്രിപ്പയർ ആവുന്നില്ല. അപ്പോൾ യൂട്രസിന്റെ ലൈനിങ് വളരെ തിന്നായതുകൊണ്ട് അവർക്കും ബ്ലീഡിങ് ശരിക്ക് വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലർക്ക് സ്കാനിൽ മാത്രമേ പി സി ഒ ഡി കാണുള്ളൂ. പക്ഷെ അവർക്ക് പീരീഡ് കറക്റ്റായിട്ട് വരുന്നുണ്ടാവും. ചിലവർക്ക് അതൊരു എക്സ്ട്രീമായിട്ട് 3-4 മാസം കൂടുമ്പോഴേ പീരീഡ് വരുന്നതാണ്. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒബീസിറ്റി അല്ലെങ്കിൽ ഡോർമേനസ് വരാനുള്ള അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പി സി ഒ ഡിന്റെ ഒരു പ്രോബ്ലം, ഇവർക്ക് ഇൻസുലിൻ ലെവൽസ് വളരെ കൂടുതലായിരിക്കും. ആ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട്. ഹോർമോൺസ് ഓവുലേഷൻ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അണ്ടോൽപാദനം കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ് ഇംബാലൻസ് കൊണ്ടാണ് പി സി ഒ ഡി വരുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇൻസുലിൻ ലെവൽസും കൂടുതലായിട്ട് കാണാറുണ്ട്. ഹൈപ്പർ ഇൻസുലിനിയ എന്ന് പറയും. ഹൈപ്പർ ഇൻസുലിനിയ എന്ന് പറയുന്നത് ഇൻസുലിൻ ഒരു റെസിസ്റ്റൻസ് ആണ്, പറഞ്ഞ് വർക്ക് ചെയ്യാത്ത ഇൻസുലിനാണ്. ഇൻസുലിൻ എല്ലാവർക്കും അറിയാം ഷുഗർ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ്. പക്ഷേ ഇൻസുലിൻ ലെവൽസ് കൂടുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യാത്ത ഇൻസുലിനാണ്. അത് കാരണം ഒബീസിറ്റി കൂടും. ഇൻസുലിൻ ഇസ് എ ഗ്രോത്ത് ഹോർമോൺ, അതുകൊണ്ട് വെയിറ്റ് കൂടും. അതുകൊണ്ടാണ് ഈ പി സി ഒ ഡി ഉള്ള ആൾക്കാർക്ക് വെയിറ്റ് കൂടുന്നത്. അപ്പോൾ വെയിറ്റ് ഇത് ഇൻസുലിൻ്റെ കൂടുതലുള്ളതുകൊണ്ട് അവർക്ക് ആൻഡ്രോജൻസ് അല്ലെങ്കിൽ മെയിൽ ഹോർമോൺസും കൂടും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് പിമ്പിൾസ് വരുന്നത്, ഹെയർ ഗ്രോത്ത് വരുന്നത്, ഹെയർ തിന്നിങ് വരും, ഹെയർ ഫോൾ വരും. അങ്ങനെ പിന്നെ ഈ കഴുത്തിൻ്റെ അവിടെയൊക്കെ കറുത്ത പാടുകൾ, കഴുത്തിൻ്റെ അവിടെ, കക്ഷത്തിൻ്റെ അവിടെ, അതൊക്കെ അക്കാൻഡോസിസ് പറയും. അപ്പോൾ ഇതൊക്കെ എക്സ്ട്രീം വെറൈറ്റിയാണ്. പി സി ഒ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കാനിൽ മാത്രമേ കാണുള്ളൂ, ചിലപ്പോൾ പീരീഡ്സ് വരില്ല, ചിലപ്പോൾ സ്കിൻ പ്രോബ്ലംസ് വരും, ചിലപ്പോൾ ഹെയർ പ്രോബ്ലംസ് വരും. പിന്നെ അത് കുറേ ഒരു പി സി ഒ ഡിയുടെ ഡിസീസാണ്. അഡോളസൻസ്, മിഡിൽ ഏജ്, മെനോപോസ് വരെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ അഡോളസൻറ്റ് ആൾക്കാർക്ക് ഇങ്ങനെ പീരീഡ്സിൻ്റെ പ്രോബ്ലം ഉണ്ടാവും. പിന്നെ മിഡിൽ ഏജിലുള്ള ആൾക്കാർക്ക് കുറച്ച് നാൾ കഴിഞ്ഞാൽ വെയിറ്റ് കൂടുമ്പോൾ ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് കൊളസ്ട്രോള് കൂടും. പിന്നെ കൊളസ്ട്രോള് കൂടിയാൽ ഈ ഹാർട്ടിൻ്റെ പ്രോബ്ലം, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് ഒക്കെ ഒരു മിഡിൽ ഏജിന് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വരും. അത് കഴിഞ്ഞാൽ മെനോപോസ് ആകുമ്പോൾ ഈ യൂട്രസിൻ്റെ ലൈനിങ് ഇങ്ങനെ തിക്കായി നിൽക്കുന്നതുകൊണ്ട് യൂട്രസിന് ക്യാൻസർ വരാനുള്ള ചാൻസ് ഉണ്ട്. പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ ഒരു ത്രൂ ഔട്ട് ഒരു ഫീമെയിലിൻ്റെ ലൈഫ് സൈക്കിളിൽ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അപ്പോൾ പി സി ഒ ഡി അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ അതിനെ ക്യൂർ ചെയ്യാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞാനൊരു മരുന്ന് വന്നു നാളെ നിങ്ങൾക്ക് പി സി ഒ ഡി മാറാൻ അങ്ങനെയല്ല. നിങ്ങളുടെ ലൈഫ് തന്നെയാണ് പി സി ഒ ഡി കൺട്രോൾ ചെയ്യാൻ ഉള്ളത്. അത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. ഈവൻ ഇപ്പോൾ ഒരു 65 കിലോ ഉള്ളൊരു സ്ത്രീക്കാണ് പി സി ഒ ഡി ഉണ്ടെങ്കിൽ ഒരു 10% വെയിറ്റ് കുറച്ചാൽ, അങ്ങനെ പറഞ്ഞാൽ 6-7 കിലോ കുറച്ച് കഴിഞ്ഞാൽ ഹോർമോൺ കൺട്രോൾ വരും. പി സി ഒ ഡി ഒത്തിരി നമുക്ക് പി സി ഒ ഡിനെ കൊണ്ടുള്ള സിംറ്റംസ് ഒത്തിരി കുറയ്ക്കാൻ പറ്റും. ഹോർമോൺ ഘടന കറക്റ്റാക്കാൻ പറ്റും. അങ്ങനെയുള്ള ആൾക്കാർക്ക് കൺസീവ് ചെയ്യാൻ മാഡം പറഞ്ഞ മാതിരി ഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഉണ്ടാവും ചിലർക്ക്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അണ്ടോൽപാദനം നടക്കാത്തതുകൊണ്ട് കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ
എന്താ പറയുക വെയിറ്റ് കുറയ്ക്കാനാണ് ആദ്യം പറയാം. പിന്നെ ഡയറ്റും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. യോഗയ്ക്ക് എസ്പെഷ്യലി ഈ പെൽവിക് ഇതുള്ള എന്താ പറയുക പെൽവിക്കിന്റെ ബ്ലഡ് ഫ്ലോവും ഹോർമോൺസും ഇതാക്കാനുള്ള ഈ യോഗ അറിയുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. ഭുജംഗാസൻ, മറ്റേ ധനുരാസൻ, ഈ ബ്രിഡ്ജ് പോസ്, അങ്ങനത്തെയൊക്കെ ക്യാറ്റ് ക്യാമൽ ഒക്കെ ചെയ്താൽ തന്നെ PCOD. പിന്നെ സൂര്യ നമസ്കാരം അത് ഫുൾ ചെയ്താൽ തന്നെ PCOD ഒത്തിരി നമുക്ക് ചേർക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇങ്ങനെ അല്ലെങ്കിൽ PCOD ചില ഞങ്ങൾ മരുന്ന് കൊടുക്കും. PCOD എപ്പോഴാണ് കൊടുക്കുന്നത്? ഈ ഇറഗുലർ പീരീഡ്സ് വരുന്ന ആൾക്കാർക്ക് ഒന്ന് ശരിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് പീരീഡ്സ് റെഗുലർ ആക്കാനുള്ള മരുന്ന് കൊടുക്കാറുണ്ട്. പിന്നെ അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെറ്റ്ഫോർമിൻ എന്ന് പറഞ്ഞൊരു ഗുളിക കൊടുക്കാറുണ്ട്. മെറ്റ്ഫോർമിൻ എടുക്കുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കും, അയ്യോ അത് ഡയബറ്റീസിന് മരുന്നാണ്, എനിക്ക് ഇതാണ് ഡയബറ്റീസിന് മരുന്ന് എഴുതി തരുന്നത്. അതിനല്ല എഴുതുന്നത്. PCODന്റെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനാണ് നമ്മൾ മെറ്റ്ഫോർമിൻ എഴുതുന്നത്. പിന്നെ അങ്ങനെ ചിലർക്ക് കുട്ടികൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ഓവുലേഷൻ അല്ലെങ്കിൽ അണ്ടോത്പാദനത്തിന് ഹെൽപ്പ് ചെയ്യാൻ മരുന്ന് കൊടുക്കാറുണ്ട്. പിന്നെ അങ്ങനെ PCOD അങ്ങനെയുള്ള ആൾക്കാർക്ക് മെയിൻലി വെയിറ്റ് ലോസ്, ഡയറ്റ് ആൻഡ് എക്സസൈസ് അതാണ് PCODന്റെ ഇത്. പിന്നെ ചില സ്ത്രീകൾക്ക് ആർത്തവസംബന്ധമായ ഈ പെരി മെനോപോസ് 40 കഴിഞ്ഞ സ്ത്രീകൾക്കും പീരീഡ്സിന്റെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈസ്ട്രോജൻ ഹോർമോണിന് മാത്രം ബോഡിയിൽ ഇങ്ങനെ കുറയുമ്പോൾ ഇപ്പോൾ ഒരു വാക്സിൻ ആൻഡ് വെയിനിങ് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോർമോൺസ് നമ്മളൊരു 40-45 ആകുമ്പോൾ ഈസ്ട്രോജൻ്റെ കാരണം എഗ്ഗിൻ്റെ നമ്പർ നമുക്ക് കുറയുന്നു. അപ്പോൾ ഈസ്ട്രോജൻ്റെ ഉത്പാദനം കുറയും ബോഡിയിൽ. അപ്പോൾ അപ്പോഴും ഈ പീരീഡ്സിൻ്റെ ഇറഗുലറായിട്ട് മെനോപോസ് ആവുന്ന ആൾക്കാർക്കും പീരീഡ്സ് ഇങ്ങനെ ഇറഗുലറായിട്ട് വരാനുണ്ടാവും. അതൊക്കെ ചിലപ്പോൾ 3-4 മാസം വന്നില്ലെങ്കിൽ ഒത്തിരി ബ്ലീഡിങ് എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്? 3-4 മാസം കഴിഞ്ഞിട്ട് പീരീഡ് വരുമ്പം ഹെവി ബ്ലീഡിങ് വരിക, 7 ദിവസത്തിനെക്കാട്ടും കൂടുതലായിട്ട് ബ്ലീഡിങ് വരിക. നിങ്ങൾക്ക് പാഡ് വെരി ഫ്രീക്വൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട്സോട് കൂടി ബ്ലീഡിങ് വരിക. ഒരു 2-3 മണിക്കൂർ കൂടുമ്പോഴത്തേക്ക് പാഡിനെ ചേഞ്ച് ചെയ്യാനുള്ള ടെൻഡൻസി വരിക. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡോക്ടറെ സമീപിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാറുണ്ട് ഈ ഗർഭാശയ ഭിത്തി പറഞ്ഞ യൂട്രസിന്റെ ലൈനിങ് ഒത്തിരി തിക്കാൻഡായിട്ട് കാണാറുണ്ട്. കാരണം 3-4 മാസം ബ്ലീഡിങ് വരാത്തതുകൊണ്ട് അതിനുള്ളത്തെ ലൈനിങ് തിക്കായി. അങ്ങനെയുള്ള ആൾക്കാർക്ക് 90% ആൾക്കാർക്കും മേജർ പ്രോബ്ലം ഒന്നും വരില്ല. ചിലപ്പോൾ ഹീമോഗ്ലോബിനൊക്കെ കുറയാനും ഒത്തിരി ബുദ്ധിമുട്ടുകളും സഹിക്കാം. പക്ഷെ 10% ആൾക്കാർക്ക് ക്യാൻസറസ് ആവാനുള്ള ചാൻസസും ഉണ്ട് ലൈനിങ്. അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടറെ സമീപിക്കേണ്ട ആവശ്യം. അപ്പോൾ ചിലർക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, ഡോക്ടർ ക്ലീൻ ചെയ്യാൻ പറഞ്ഞു ഇത്രയും തിക്കാണെന്നുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ക്യാമറ ഇപ്പോൾ ഒരു ഹിസ്റ്റോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ നോക്കും. ചിലപ്പോൾ ചെറിയ ദശവളർച്ച, പോളിപ്പ് അല്ലെങ്കിൽ ക്യാൻസർ ഗ്രോത്ത് വളരെ റയറായിട്ട് എല്ലാവർക്കും ക്യാൻസർ ഉണ്ടാവില്ല. വീടിനുള്ള എല്ലാവർക്കും ക്യാൻസർ ഉണ്ടാവില്ല. 90% ആൾക്കാർക്ക് ക്യാൻസർ അല്ല, 10% ആൾക്കാർക്ക് ഉണ്ടാവും. അത് ക്ലീൻ ചെയ്ത് നമ്മൾ ടെസ്റ്റിങ്ങിന് അയക്കുമ്പോൾ അതിന് ഈ സെൽ നമ്പർ കൂടിയാൽ നിന്ന് ഹൈപ്പർപ്ലേസിയ എന്ന് പറയും. സെൽ അബ്നോർമൽ ആയാൽ ആക്ടിപ്പിയ എന്ന് പറയും. അബ്നോർമൽ സെൽ ആണെങ്കിൽ അത് ക്യാൻസറിന്റെ തുടക്കമാണ്, പ്രീ ക്യാൻസേഴ്സ് ആണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഗർഭപാത്രം നീക്കം ചെയ്യാനാണ് ഒരു ഫാമിലിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത ആളാണ്. പക്ഷെ ഫാമിലി കംപ്ലീറ്റ് ചെയ്യാതെ 35 വയസ്സുള്ള ഒരു സ്ത്രീക്കാണ് അങ്ങനെ വന്നാൽ അത് റിവേഴ്സ് ചെയ്യാൻ നമുക്ക് പറ്റും. അവർക്ക് ഗർഭപാത്രം ആവശ്യമുണ്ട്, അവർക്ക് കുട്ടികൾ ഉണ്ടാവാനും അതിന് ആവശ്യമുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഹൈ ഹോർമോൺ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ സെല്ലിൻ്റെ അബ്നോർമാലിറ്റി നമുക്ക് തിരിച്ച് ചേഞ്ച് ചെയ്ത് പറ്റും. പിന്നെ ഈ വേറൊരു ഈ വിലീന എന്ന് പറഞ്ഞൊരു ഡിവൈസും ഉണ്ട്. വിലീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭാശയത്തിലുള്ള പ്രോപ്പർട്ടി നിക്ഷേപിക്കുന്ന പോലെ അതിനും ഹോർമോൺ കണ്ടന്റ് ഉണ്ടാവും. അതുകൊണ്ടും ഈ ഗർഭാശയ ലൈനിങ് നമുക്ക് തിന്നാക്കാൻ പറ്റും. പിന്നെ വേറൊരു ഇത് അർബുദത്തിനെ പറ്റി സംസാരിക്കാം. ക്യാൻസർ എത്ര ആൾക്കാർക്ക് ഇവിടെ സർവൈക്കൽ ക്യാൻസർ ഇഞ്ചക്ഷൻ എടുത്ത ആൾക്കാരുണ്ട്? ഓക്കെ, സർവൈക്കൽ ക്യാൻസർ എല്ലാവരും അതിനെപ്പറ്റി അറിയാമോ? കേട്ടിട്ടുണ്ട്. ഓക്കെ, സർവൈക്കൽ ക്യാൻസർ എസ്പെഷ്യലി ഇപ്പം കല്യാണം കഴിക്കാത്ത കുട്ടികൾ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ കുട്ടികൾക്ക് അവർക്കൊക്കെ ഇപ്പോഴും ഇഞ്ചക്ഷൻ വന്നിട്ടുണ്ട്, സർവൈക്കൽ ക്യാൻസർ വാക്സിൻ. അത് ഈ ഗവൺമെന്റും ഇപ്പം അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റിനും ചെറിയ തോതിൽ മറ്റേ ഒരു വാക്സിനേഷൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ 15 വയസ്സ് ഇതെന്താ വെച്ചാൽ സർവൈക്കൽ
ക്യാൻസർ ഉണ്ടാവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ റിസ്ക് ഉള്ള ആൾക്കാർക്ക് ഏത് ആൾക്കാർക്കാണ് റിസ്ക് കൂടുതൽ? സർവൈക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ സെർവിക്സ് എന്ന് പറഞ്ഞാൽ ഗർഭാശയ മുഖത്തിൽ പറയുന്നതാണ് സെർവിക്സ്. അത് ഏതൊക്കെ ആൾക്കാർക്ക് ക്യാൻസർ ഉണ്ടാകും? ഒത്തിരി എസ്പെഷ്യലി നമ്മൾ പ്രസവത്തിന്റെ നമ്പർ കൂടുകയാണെങ്കിൽ, നമ്പർ ഓഫ് ഡെലിവറീസ് കൂടി, പിന്നെ ലോ സോഷ്യോ എക്കണോമിക് ക്ലാസ്, പിന്നെ ഹൈജീൻ അത്ര വൃത്തി ആയിട്ട് വെക്കാത്ത ആൾക്കാർക്ക് കാണാറുണ്ട്, പിന്നെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഒത്തിരി ആൾക്കാരായിട്ട് സംഭവം ഉണ്ടെങ്കിൽ അവർക്കും ഈ സർവൈക്കൽ ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഇപ്പോഴത്തെ സർവൈക്കൽ ക്യാൻസറിന്റെ ഇൻസിഡൻസ് ഒത്തിരി കുറഞ്ഞു കഴിഞ്ഞു. അത് അവയർനെസ് ഇടയ്ക്ക് എല്ലാവർക്കും കൂടാൻ പാണ്ടതിനെ പറ്റി കേട്ടിട്ടുണ്ടാവില്ലേ? കൂടാൻ പാണ്ടി സർവൈക്കൽ ക്യാൻസർ കൊണ്ട് മരിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പബ്ലിസിറ്റി ഒക്കെ നടത്തിയത് ഓർമ്മയുണ്ട്. അപ്പൊ ഈ സർവൈക്കൽ ക്യാൻസർ എങ്ങനെ നമുക്ക് ഇപ്പൊ എന്താണ് സ്ത്രീകൾക്ക് ലക്ഷണം കാരണം? സർവൈക്കൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഈ ബ്ലീഡിങ് ഇന്റർവെന്റിന് ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് വരും. പിന്നെ കോണ്ടാക്ട്, നമ്മൾ സെക്ഷൽ കോണ്ടാക്ടിന് ശേഷം ബ്ലീഡിങ് വരാം. പിന്നെ മെൻസസ് കഴിഞ്ഞ് അതിന് ശേഷവും ബ്ലീഡിങ് വരാം. അല്ലെങ്കിൽ വെള്ളപ്പോക്ക്, അങ്ങനെയുള്ള ആൾക്കാരെ ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ അവര് ഒരു സ്പെക്കുലം എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ഞങ്ങൾക്ക് ഒരു ഇൻസ്ട്രുമെന്റ് കൊണ്ട് ഗർഭാശയം മുഖം നോക്കിക്കഴിഞ്ഞാൽ അത് നോർമലാണോ അബ്നോർമലാണോ എന്ന് അവർ മനസ്സിലാക്കും. പിന്നെ ഒരു സർവൈക്കൽ സ്മിയർ പറഞ്ഞാൽ പാപ് സ്മിയർ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് ഗർഭാശയ മുഖത്തു നിന്നുള്ള ഈ സ്രവം എടുത്തിട്ട് ഒരു സ്ലൈഡിലാക്കിയിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഈ പാപ് സ്മിയർ എന്ന് പറയുന്നത്. അത് എല്ലാ സ്ത്രീകൾക്കും 35 വയസ്സിന് ശേഷം ചെയ്യേണ്ടത് വളരെ ആവശ്യമായ ഒരു സാധനമാണ്. അത് 3 years എല്ലാ കൊല്ലവും ചെയ്യേണ്ട ആവശ്യമില്ല, 3 വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതി. പിന്നെ വേറൊരു ടെസ്റ്റ് ഉണ്ട്, HPV ടെസ്റ്റ് പ്ലസ് പാപ് സ്മിയർ. ഇത് രണ്ടും കൂടി ചെയ്യാൻ വേണ്ടി 5 വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതി. ഈ സർവൈക്കൽ ക്യാൻസർ ഉണ്ടാവുന്ന എങ്ങനെയാന്ന് വെച്ചാൽ HPV എന്ന് പറഞ്ഞ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ കൊണ്ടാണ് ഈ ക്യാൻസർ ഉണ്ടാകുന്നത്. ഇത് മെയിൻ പാർട്ട്ണറുടെ അടുത്താണ് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇതിന് 100% നമുക്ക് പ്രിവെൻഷൻ പറ്റും. കല്യാണം കഴിയാത്ത കുട്ടികൾ അല്ലെങ്കിൽ മറ്റേ സെക്ച്വലി ആക്റ്റീവായി അല്ലാത്ത അവർക്കൊക്കെ ഈ വാക്സിനേഷൻ വെച്ച് കഴിഞ്ഞാൽ 100% തന്നെ നമുക്ക് ഇത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. കാരണം ആന്റിബോഡീസ് ഉണ്ടായിക്കഴിഞ്ഞു. ഈവൻ 45 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കും ഇത് എടുക്കാൻ പറ്റും. അഡ്വാൻസ് സ്റ്റേജ് ക്യാൻസേഴ്സ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ കുട്ടികളുണ്ടായി 30 വയസ്സ് എന്തുകൊണ്ട് എനിക്ക് വാക്സിൻ എടുക്കുക? എല്ലാവർക്കും അങ്ങനെയുള്ള ആൾക്കാർക്കും വാക്സിൻ എടുക്കാം. അതും 88% വരെ അത് സർവൈക്കൽ ക്യാൻസർ പ്രിവെന്റ് ചെയ്യും. കാരണം ഒത്തിരി വൈറസസ് ഉണ്ട്. ഒരു വൈറസ് മാത്രമൊന്നുമല്ല, 6, 11, 16, 18, 33 ഒത്തിരി നമ്പർ ഓഫ് വൈറസസ് ഉണ്ട്. അപ്പൊ ഈ വാക്സിൻ എടുക്കുകയാണെങ്കിൽ ഇന്നൊരു ഡോസ് എടുത്തു കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞിട്ട് പിന്നെ 6 മാസം കഴിഞ്ഞിട്ട് അങ്ങനെ 3 വാക്സിന്റെ ഷെഡ്യൂളാണ്. അതിൽ തന്നെ ഇവിടെ 2 വെറൈറ്റീസ് ഉണ്ട്, ക്വാഡ്രിവാലന്റ്, ഒന്ന് നാനോ വാലന്റ്. ക്വാഡ്രിവാലന്റ് എന്ന് പറഞ്ഞാൽ 4 വൈറസിനെതിരെയാണ്, നാനോ വാലന്റ് എന്ന് പറഞ്ഞാൽ 9 വൈറസ്. ഈ 9 വൈറസ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടാണ് 10,000 രൂപ എടുത്തത്. മറ്റേത് 2,000, 3,000. പക്ഷെ ഗവൺമെന്റ് ഇതിന് 2,000 അടുത്തേക്ക് വരുന്നത്. അപ്പൊ ഇത് നമ്മുടെ ക്യാൻസറിന്റെ ചികിത്സ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പൈസ ഒന്നും അല്ല. അപ്പൊ നിങ്ങള് കുട്ടികളുണ്ടെങ്കിൽ വീട്ടിൽ ചെറിയ 15 വയസ്സ് താഴെയാണ് നമ്മൾ ഈ വാക്സിൻ എടുക്കുകയാണെങ്കിൽ 2 എടുക്കാം. 15 വയസ്സിന് മേലെയാണെങ്കിൽ നമ്മൾ 3 വാക്സിൻ എടുക്കണം. അപ്പൊ അതാണ് സർവൈക്കൽ ക്യാൻസറിന്റെ ഇത്. ഞാൻ പറഞ്ഞ സർവൈക്കൽ ക്യാൻസർ വാക്സിൻ എടുത്താലും നമ്മൾ പാപ് സ്മിയർ ടെസ്റ്റ് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ സ്തനാർബുദ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസർ വൺ ഓഫ് ദ ലീഡിങ് ക്യാൻസേഴ്സ് ആണ്. ഡെവലപ്ഡ് കൺട്രീസിൽ മാത്രമല്ല, ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ നമ്മൾ ഒത്തിരി കേൾക്കാറുണ്ട് സ്തനാർബുദം. 20 വയസ്സുള്ള ഒരു കുട്ടി കൂടി ഞങ്ങൾ 2-3-4 മാസം 20 വയസ്സുള്ള ഒരു കുട്ടി കൂടി ക്യാൻസർ കണ്ടിട്ടുണ്ട്. ഇത് നമ്മളെ പണ്ട് വിചാരിച്ചിരുന്ന ഒരു 45 വയസ്സ് 50 വയസ്സ് 60 വയസ്സുള്ള ആൾക്കാർക്കാണ് കൂടുതൽ. പക്ഷെ ഇപ്പൊ ഒത്തിരി ചെറിയ ആൾക്കാർക്ക് ഈ ക്യാൻസർ കാണാറുണ്ട്. ഈ സ്തനാർബുദം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ജനറ്റിക് ആണ് മെയിൻ കോസ്. ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, കാരണം കഴിഞ്ഞാൽ അമ്മ അല്ലെങ്കിൽ ആണ്ട് അല്ലെങ്കിൽ മെറ്റേണൽ കസിൻ, പെറ്റേണൽ കസിൻ അങ്ങനെയുള്ള ആർക്കെങ്കിലും ഒക്കെ ക്യാൻസറിന്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഒരു ബ്രാക്ക ജീൻ എന്ന് പറഞ്ഞിട്ട്, നിങ്ങളൊക്കെ ആഞ്ചലീന ജോലി ബ്രസ്റ്റ് 2 മുറിച്ച് കിടന്നതൊക്കെ കേട്ടിട്ടുണ്ടാറുണ്ടല്ലോ. അപ്പൊ അവരെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഷീ ഹാഡ് എ വെരി സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ. അതുകൊണ്ട് ഒരു 35 വയസ്സാകുമ്പോഴത്തേക്ക് അവരുടെ 2 സ്ഥാനങ്ങളും ചെത്തിക്കളഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ഷീ വാസ് പോസിറ്റീവ് ഫോർ ബ്രാക്ക എന്ന് പറഞ്ഞാൽ BRCA
അതങ്ങനെ ആ ക്യാൻസർ ആന്റിജന് വേണ്ടിയിട്ട് പോസിറ്റീവ് ആയിരുന്നു. അതിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്, BRCA1, BRCA2. BRCA1 വെരി സ്ട്രോങ് റിസ്ക് ആണ്. ഓവറി ക്യാൻസർ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. BRCA1 ബ്രസ്റ്റ് ക്യാൻസറും ഓവറി ക്യാൻസറും ഉണ്ടാവും. ബ്രസ്റ്റ് ക്യാൻസർ കൂടുതൽ ചാൻസ് ആണ്, ഓവറിയിൽ കുറച്ചുണ്ട്. BRCA2 ഓവറി ക്യാൻസർ കൂടുതലും, ബ്രസ്റ്റ് ക്യാൻസർ കുറവ്. അപ്പോൾ ഇതിന്റെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇത് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഈ സ്ത്രീകൾ പാല് കിട്ടുന്നില്ലെങ്കിൽ മറ്റേ പ്രസവം കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാത്ത സ്ത്രീകളിൽ ഇത് കൂടുതലായി കാണാറുണ്ട്. പിന്നെ നള്ളി പാരസ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവിക്കാത്ത സ്ത്രീകളിൽ ഇത് കൂടുതലായിട്ട് അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് പ്രസവിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ കാണാറുണ്ട്. പിന്നെ സ്മോക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക്, പിന്നെ ഫാറ്റ് കണ്ടന്റ് അല്ലെങ്കിൽ വെയിറ്റ് കൂടിയ ഒബീസ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ ക്യാൻസർ കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസർ കണ്ടാൽ നമ്മൾ ചികിത്സിച്ച് വരാറ്. പക്ഷെ പ്രിവെൻഷൻ എന്താണ് പറ്റും? പ്രിവെൻഷനാണ് ഇമ്പോർട്ടൻറ്റ്. പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ചെക്കിങ്, സെൽഫ് എക്സാമിനേഷൻ. എത്ര ആൾക്കാർ സ്വന്തം സ്ഥാനങ്ങൾ ചെക്ക് ചെയ്യാറുണ്ട്? ബ്രസ്റ്റ് എക്സാമിനേഷൻ എത്ര ആൾക്കാർ ചെയ്യാറുണ്ട്? ഓക്കെ, അപ്പോൾ അത് എപ്പോഴാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വായിച്ചിട്ടുണ്ടോ? നോക്കൂ. ജംസ് ഉണ്ടോ? കറക്റ്റ്. പിന്നെ വെരി ഗുഡ് ഡിസ്ചാർജ് ഉണ്ടോ എന്നുള്ളത് നോക്കി. അപ്പൊ ഈ സ്ഥാനാർബുദം എങ്ങനെ ചെക്ക് ചെയ്താൽ നമുക്ക് കൈകൊണ്ട് കിട്ടി ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് ഒത്തിരി വളർന്നിട്ടുണ്ടാവും. പക്ഷെ എന്നാലും പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പൊ അതിന്റെ സ്റ്റേജസ് ഉണ്ട്, 1, 2, 3, 4. അപ്പൊ ഈ 4th സ്റ്റേജ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മളുടെ എയിം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് സ്റ്റേജ് മുന്നെങ്കിലും കണ്ടുപിടിക്കണം. അതിന് മുന്നേ കണ്ടുപിടിച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ അതിന് മുന്നേ കണ്ടുപിടിക്കാനാണ് ഈ പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പിൽ നമ്മുടെ ഈ മാമോഗ്രാഫി, സോണോ മാമോഗ്രാഫി എന്ന് പറയുന്നത്. മാമോഗ്രാഫി 45 വയസ്സുള്ള സ്ത്രീകളെ എല്ലാവരും കൊല്ലത്തിലെ ഒരു വർഷത്തിൽ ഒരിക്കലും ഈ മാമോഗ്രാഫി ചെയ്യണം. ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ചെയ്തവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട്. കാരണം 2 പ്ലേറ്റ്സ് ഇറക്കി ബ്രസ്റ്റ് അമർത്തി പിടിച്ചിട്ട് അവരത് ശരിയായില്ല, പിന്നെയും വന്നിട്ട് അതിങ്ങനെ പിടിച്ചത് ശരിയായില്ല, ഒന്നും കൂടി നിൽക്കും വേണം. അതൊത്തിരി വേദനയുള്ള കാര്യമാണ്. പക്ഷെ എന്നാലും വർഷത്തിലൊരിക്കലല്ലേ, അല്ലെങ്കിൽ അങ്ങനെ അത് സഹിക്കുക. അതിനെ കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ കാൽസിഫിക്കേഷൻ, ഈ എക്സ്റേ ആണ്, ഇത് ഹൈ എക്സ്റേസ് ആണ് ഈ മാമോഗ്രാഫിയിൽ ബ്രസ്റ്റിന്റെ ടിഷ്യൂനുള്ള കൂടി ഇടുന്നത്. അതിങ്ങനെ കാൽസിഫിക്കേഷൻ ആണ് ഏർലി സൈൻസ്. അതിലിങ്ങനെ നമ്മുടെ ഈ ഇതില്ലേ മിൽക്ക് ഡക്സ് അല്ലെങ്കിൽ പാല് കിട്ടുന്ന സ്ഥലത്തിന്റെ ഡക്സിന്റെ ഉള്ളില് കാൽസിഫിക്കേഷൻ വരുന്നതാണ് ഈ മാമോഗ്രാഫിയിൽ അവർ പിക്ക് ചെയ്യുന്നത്. അതിന്റെ കാൽസിഫിക്കേഷൻ ചിലപ്പോൾ നോർമൽ കാൽസിഫിക്കേഷൻ ഉണ്ടാവും, പക്ഷെ അതിനൊരു പെർട്ടിക്കുലർ ഷേപ്പും ഇതും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇത് ക്യാൻസർ ആവാനുള്ള സാധ്യത. അപ്പൊ ഇങ്ങനെ അവസരം പിടിച്ചു കഴിഞ്ഞാൽ, മാമോഗ്രാഫിയിൽ പിടിച്ചു കഴിഞ്ഞാൽ വളരെ ഏർലി സ്റ്റേജിലാണ് നമ്മൾ പിടിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മറ്റേ ഈവൺ ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ട ആവശ്യവും വരാറില്ല. പിന്നെ ഈ ചില സോണോഗ്രാഫിയിലും നമുക്ക് ഒരു 45 വയസ്സിന് ശേഷം നമ്മൾ ഈ മാമോഗ്രാഫി പറയുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എക്സ്റേസ് ആയതുകൊണ്ട് റേഡിയേഷൻ ഉണ്ടാവേണ്ട ചാൻസ് ഉണ്ട്. പക്ഷെ ഫാമിലി ഹിസ്റ്ററി ഉള്ള വ്യക്തിയാണെങ്കിൽ 50 വയസ്സിന് ചെയ്യണം. പിന്നെ ചിലർക്ക് MRI പറയാറുണ്ട്. ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക് MRIയിൽ നമുക്ക് പിക്കപ്പ് ചെയ്യാൻ, വലിയ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി, വളരെ ചെറിയ വയസ്സിലെ അമ്മയ്ക്ക് വന്നു, അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ MRI അഡ്വൈസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ സോണോഗ്രാഫി എന്ന് പറഞ്ഞാൽ സോണോഗ്രാഫിയിൽ ലംപ് അല്ലെങ്കിൽ സ്വെല്ലിംഗ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ സമീപിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈവൺ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ചെത്തിക്കളയുന്നില്ല. ഈവൺ ആ ലംപും അതിൻ്റെ അടുത്തുള്ള ഡക്റ്റും പിന്നെ ലിംഫ് നോഡ് കൈല മാത്രമേ നിൽക്കുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ ചെറിയ റേഡിയേഷനോ കീമോ ഒക്കെ അഡ്വൈസ് ചെയ്യും. പക്ഷെ അപ്പൊ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയുക സ്ഥലം മുറിക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ഈ BRCA പോസിറ്റീവ് ഉള്ള ആൾക്കാർക്ക് എന്താ പറയുക ഒത്തിരി ഹൈ റിസ്ക് ഉള്ള, ഞാൻ പറഞ്ഞ മാതിരി അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പം അത് ചെയ്യേണ്ടി വരുമായിരിക്കും ബാക്കിയുള്ളവർക്ക്. അപ്പൊ ഈ എക്സാമിനേഷൻ എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം? എക്സാമിനേഷൻ എപ്പോഴും ചെയ്യുന്നത് മെൻസസിന് ശേഷമാണ് ചെയ്യുന്നത്. പീരീഡ്സിന്റെ ജസ്റ്റ് മുന്നേ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ലംപുള്ള മാതിരി നമുക്ക് തോന്നും. അത് കാരണം എന്താ വെച്ചാൽ ഹോർമോണിന്റെ ഘടന അനുസരിച്ച് ചിലപ്പോൾ ബ്രസ്റ്റ് ടിഷ്യൂ കുറച്ച് തിക്കാനാവാനൊക്കെ പീരീഡ്സ് പറഞ്ഞാൽ വളരെ നോർമലാണ്. അപ്പൊ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് മാസത്തിൽ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്താൽ മതി, പീരീഡ്സിന് ശേഷം ചെക്ക് ചെയ്യാം. അപ്പൊ അത് എന്നെ കയ്യിൽ സങ്കല്പിച്ച് നോക്കും, ബ്രസ്റ്റ് ആണെങ്കിൽ നടുവിൽ ഇത് നിപ്പിളാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇൻസ്പെക്ഷനിൽ എന്താ നോക്കേണ്ടത് വെച്ചാൽ കണ്ണാടിക്ക് മുന്നിൽ നമ്മൾ നിൽക്കുക
നോക്കുകയാണെങ്കിൽ കൈ രണ്ടും ഈ ഹിപ്പിലെ വരെ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് ആഞ്ഞു നോക്കുക. അപ്പോൾ ബ്രസ്റ്റ് ഇറ്റ് ഫോളിങ് ഡൗൺ, ബ്രസ്റ്റ് താഴോട്ട് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എന്താ പറയുക മുഴകൾ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ നിപ്പിളിന്റെ സൈസ് ഷേപ്പ് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ഡിസ്കളറേഷൻ കളർ ഇതുണ്ടോ നോക്കുക. പിന്നെ മാഡം പറഞ്ഞ മാതിരി നെക്കി നോക്കുക, അതിൽ എന്തെങ്കിലും സ്രവം ഉണ്ടോ എന്നുള്ളത്, കളർ ചേഞ്ച് ഉണ്ടോ നോക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നോക്കുന്നത് പാൽപേഷൻ. പാൽപേഷൻ എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് ചെക്ക് ചെയ്യുന്നത്. അത് ഈ ലെഫ്റ്റ് ബ്രസ്റ്റിന് റൈറ്റ് ഹാൻഡ് കൊണ്ടും റൈറ്റ് ബ്രസ്റ്റിന് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടും ചെക്ക് ചെയ്യുക. ഈവൻ ഷവറിൽ കുളിക്കുമ്പോൾ വെള്ളം വീഴുമ്പോൾ അപ്പോൾ ചെക്ക് ചെയ്താൽ വളരെ പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും. അല്ലെങ്കിൽ ഒരു തലേണ അല്ലെങ്കിൽ പില്ലോ നമ്മുടെ ഷോൾഡറിന്റെ മേലെ വെച്ച് കിടന്നിട്ടും ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ ഇതിപ്പോൾ ബ്രസ്റ്റാണ് സങ്കല്പിച്ച് കഴിഞ്ഞാൽ 2-3 രീതികളുണ്ട് ചെക്ക് ചെയ്യാൻ. ഇത് നടുവിൽ ഇങ്ങനെ നിപ്പിട്, ഒന്നില്ലെങ്കിൽ മേലെന്ന് തൊട്ട് ഈ 2 ഫിംഗേഴ്സ് ഇതാണ് ഏറ്റവും സെൻസിറ്റീവ്. ഇതിന്റെ ഈ ടിപ്പാണ് ഏറ്റവും സെൻസിറ്റീവ് ക്യാൻസർ. ഇതിന്റെ നെർവ് സപ്ലൈ വളരെ സെൻസിറ്റീവ്, നമുക്ക് പെട്ടെന്ന് കൈ കൊണ്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇതിന്റെ മേലോട്ട് താഴെ ഇങ്ങനെ കൈ ഇങ്ങനെ ഇതാക്കാം. അല്ലെങ്കിൽ ചിലർ ഇങ്ങനെ നിപ്പിളിന്റെ ചുറ്റും സർക്കിൾ ചെയ്തിട്ട് ഇങ്ങനെ നോക്കാം. അല്ലെങ്കിൽ റേഡിയൽ പറഞ്ഞ നിപ്പിളിന്റെ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും കൈ ഓടിച്ചിട്ടും ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ കൈ ചിലപ്പം ബ്രസ്റ്റിൽ നമ്പൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്വെല്ലിംഗ് ഉണ്ടാവില്ല. പക്ഷെ കയ്യിലെ വീക്കം ഈ കക്ഷത്തില് ഈ അണ്ടർ ആംസിൽ കൈ എപ്പോഴും ബ്രസ്റ്റ് ചെക്ക് ചെയ്താൽ അണ്ടർ ആംസും ചെക്ക് ചെയ്തിരിക്കണം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സ്വന്തമായിട്ട് ചെക്ക് ചെയ്താലേ നമ്മുടെ ബ്രസ്റ്റ്, എല്ലാ സ്ത്രീകൾക്കും ബ്രസ്റ്റിന്റെ ഘടന അല്ലെങ്കിൽ ബ്രസ്റ്റിന്റെ ടിഷ്യൂ ഒക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് 20 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ചെക്ക് ചെയ്യാൻ തുടങ്ങണം, മാസത്തിൽ 1 പ്രാവശ്യം. അപ്പൊ നമ്മളെന്നെ ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മുടെ ബ്രസ്റ്റിന്റെ ഫീലിംഗ് എന്താണുള്ളത്. അപ്പൊ എല്ലാ മാസവും ഒരിക്കലും അത് ചെക്ക് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡോക്ടറെ ചെയ്യാം. ഡോക്ടർ പറയുന്നത് നോർമലാണ് അല്ലെങ്കിൽ അത് നോർമലാണ്. പിന്നെ ബാക്കിയുള്ള ടെസ്റ്റ് ചെയ്യും. ഇനി എല്ലാവരും ചെക്ക് ചെയ്യുമോ ഇല്ലയോ? എത്ര ആൾക്കാർ ചെക്ക് ചെയ്യും? വെരി ഗുഡ്. പിന്നെ അടുത്തത് ഈ ഗർഭാശയ എൻഡോമെട്രിയൽ ക്യാൻസർ എന്ന് പറഞ്ഞത്. അതിപ്പോൾ സർവൈക്കൽ ക്യാൻസർ പറഞ്ഞു, ബ്രസ്റ്റിന്റെ പറഞ്ഞു, എൻഡോമെട്രിയൽ ക്യാൻസർ. എൻഡോമെട്രിയൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും 50 വയസ്സ് കഴിഞ്ഞുള്ള സ്ത്രീകൾക്കാണ് അധികം എൻഡോമെട്രിയൽ ക്യാൻസർ അല്ലെങ്കിൽ യൂട്രസിന്റെ ലൈനിങ്ങിന്റെ ക്യാൻസർ വരുന്നത്. വെയിറ്റ് കൂടുതൽ, ഹൈപ്പർ ടെൻഷൻ, ഒബീസിറ്റി, ഡയബറ്റീസ് ഇങ്ങനെയുള്ള ആൾക്കാർക്കും എൻഡോമെട്രിയൽ ക്യാൻസർ കൂടുതലുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇറഗുലർ ബ്ലീഡിങ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല, ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. വളരെ റെയറായിട്ടുള്ള എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ കാണാറുള്ളൂ ബ്ലീഡിങ് ആയിട്ട് ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞ് സ്ത്രീകൾ വരുമ്പോഴത്തേക്ക്. ഇപ്പൊ ഈ PCOD ഉള്ള സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം യൂട്രസിന്റെ ലൈനിങ് തിക്കായി കഴിഞ്ഞിട്ട് അതിന്റെ സെൽ അബ്നോർമൽ ആയിട്ട് ക്യാൻസർ ആവാനുള്ള കോശം അബ്നോർമൽ ആയിട്ട് ക്യാൻസർ ആവാനുള്ള സാധ്യത. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് പെട്ടെന്ന് ഡോക്ടറെ സമീപിക്കുക. ഞങ്ങള് ഇപ്പം ഒരു കഴിഞ്ഞ വർഷത്തിൽ തന്നെ 35 വയസ്സുള്ള സ്ത്രീകളിലും ക്യാൻസർ കണ്ടുപിടിക്കാൻ PCOD ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സഹായിച്ചു. അങ്ങനെയുള്ള 2 ആൾക്കാർക്ക് ഞങ്ങൾ ഹോർമോൺ ട്രീറ്റ്മെന്റ് കൊടുക്കും. മൂന്നാമത് ഒരാളുടെ ഫാമിലി കംപ്ലീറ്റ് ആയതുകൊണ്ട് യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്നു. അപ്പൊ എൻഡോമെട്രിയൽ ക്യാൻസർ. പിന്നെ വേറെ ഓവറി ക്യാൻസർ. ഓവറി ക്യാൻസർ എന്ന് പറഞ്ഞാൽ അണ്ടകോശത്തിന്റെ ക്യാൻസർ. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. വളരെ റയറായിട്ട് നമുക്ക് ഏർലി പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ലേറ്റ് ആയിട്ട് നമുക്കത് പിക്ക് ചെയ്യാൻ പറ്റും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓവറിയിൽ നമുക്ക് അങ്ങനെ സിംറ്റംസ് ഒന്നും വരില്ല ക്യാൻസറിന്. പക്ഷേ സ്ത്രീകൾക്ക് ഹെൽത്ത് ചെക്കപ്പ് ചെയ്താൽ നമുക്ക് ഓവറിയിൽ എന്തെങ്കിലും വളർച്ചയുണ്ടോ, സിസ്റ്റ് ഉണ്ടോ. അതുകൊണ്ടാണ് ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും 1 വർഷമെങ്കിലും ഒരു ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ, ഷുഗർ, തൈറോയിഡ്, കൊളസ്ട്രോൾ അത് മാത്രമല്ല നമ്മൾ എന്താ പറയുക ECG, എക്സ്റേനെ കൂടാണ്ട് ഒരു അൾട്രാസൗണ്ടും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ സ്ത്രീകൾക്ക് അഡ്വാൻസ് ക്യാൻസർ ആവുന്നതാണ് നമുക്കത് എന്താ പറയുക അസിഡിറ്റി മാതിരി തോന്നും, നെഞ്ചരിച്ചിൽ. അപ്പോൾ ഒരു മാസത്തിൽ 10-15 പ്രാവശ്യം ഈ നെഞ്ചരിച്ചിൽ വരികയാണെങ്കിൽ പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം. അതൊരു ലക്ഷണമായിരിക്കും ഓവറിയുടെ ക്യാൻസർ. പിന്നെ വയറ് വീർപ്പ്, അസൈറ്റിസ് എന്ന് പറയും, ഫ്ലൂയിഡ്, അതൊക്കെ ആകുമ്പോഴത്തേക്ക് അഡ്വാൻസ്ഡ് സ്റ്റേജായി മാറും. ഓവറി ക്യാൻസർ കണ്ടുപിടിക്കാൻ ഒരു ഇതേ ഉള്ളൂ, സോണോഗ്രാഫിയിലാണ് പിക്ക് ചെയ്യാൻ പറ്റുന്ന. അതിൻ്റെ ലക്ഷണങ്ങൾ വളരെ കുറവാണ്. പിന്നെ ഇനി ബ്ലീഡിങ് പറഞ്ഞു,
ഫൈബ്രോയിഡ്സിനെ പറ്റി ആർക്കും അറിയണോ, താല്പര്യമുണ്ടോ? ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഫൈബ്രോയിഡ്? ഫൈബ്രോയിഡ് കേട്ടിട്ടുണ്ടോ? മയോറി ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഴ വളർച്ചയാണ്. ഇത് സ്വെല്ലിംഗ് ആണ് യൂട്രസ് ഒരു മസിലാണ്. യൂട്രസ് എന്ന് വെച്ചാൽ ഗർഭപാത്രം. അത് ഒരാളുടെ എൻ്റെ ഇതില്ലേ മുട്ടി അല്ലെങ്കിൽ ഈ കല്ല് മടക്കിയിട്ട് ഇത്രയും ഉണ്ടാവുള്ളൂ എൻ്റെ യൂട്രസ്. എല്ലാവരുടെയും യൂട്രസ് ഇത്രയും ഉണ്ടാവാൻ പാടുള്ളൂ. 60-70 ഗ്രാമാണ് ഒരു യൂട്രസിന്റെ വെയിറ്റ്. പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ യൂട്രസ് ആണ് 2 കിലോ ആയി പ്രഗ്നന്റ് ആകുമ്പോൾ വയറ് ഇങ്ങനെ വലുതായ ഒരു മസിലാണ്. യൂട്രസിന് ഭയങ്കര ശക്തിയും കാര്യങ്ങളാണ്. അത് വികസിച്ച് ഹൈപ്പർട്രോഫി ആയി പിന്നെ പ്രഗ്നൻസിയിൽ വലുതാവും. അപ്പൊ ചിലർക്ക് ഇങ്ങനെ ഇപ്പൊ സ്കാനൊക്കെ വളരെ നല്ലതായതുകൊണ്ട് ഭയങ്കര ഹൈ ഡയമെൻഷൻ സ്കാനൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ചെറിയ ചെറിയ മുഴകൾ സ്കാനിൽ ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് സ്ത്രീകളൊന്നും ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാത്തത്. എല്ലാവരും പേടിച്ച് എന്തെങ്കിലും ഡോക്ടർ കണ്ടുപിടിച്ചാലോ എന്തെങ്കിലും പറഞ്ഞു. അതുകൊണ്ടാണ് മിക്കവാറും സ്ത്രീകൾ ഹെൽത്ത് ചെക്കപ്പിന് പോവാത്തത്. എനിക്ക് അസുഖമില്ല ഡോക്ടർ, ഞാൻ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യേണ്ടത് അല്ലെ. പക്ഷെ അതുകൊണ്ട് അങ്ങനെയല്ല. അങ്ങനെയുള്ള വേറെ എന്തെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് പ്രിവെൻഷനും ചെയ്യാൻ പറ്റും. ഫൈബ്രോയിഡ് വളരെ ഒരു ആപേക്ഷികമായ ഇതാണ്. എല്ലാവർക്കും ഫൈബ്രോയിഡിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഫൈബ്രോയിഡ് നമ്മുടെ ഫാറ്റ് ടിഷ്യൂവിൽ ചിലപ്പോൾ മുഴകളുണ്ടാവും, ബോണിൽ മുഴണ്ടാവും. അതേപോലെ ഗർഭപാത്രത്തിലുള്ള മുഴകൾക്കാണ് ഫൈബ്രോയിഡ് പറയുന്നത്. ഫൈബ്രോയിഡ് ചിലപ്പോൾ 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 0.5 സെന്റിമീറ്റർ, ചിലപ്പോൾ 5 സെന്റിമീറ്റർ, ചിലപ്പോൾ 10, 15, 20 സെന്റിമീറ്റർ അല്ലെ. പേപ്പറിലൊക്കെ കാണുന്നില്ലേ ഫോട്ടോ, 2 കിലോ ഉള്ള മുഴ നീക്കം ചെയ്തു, 4 കിലോ ഉള്ള മുഴ നീക്കം ചെയ്തു. അപ്പോൾ ഈ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് ഒരു ഹോർമോൺ ഡിപെൻഡന്റ് ട്യൂമറാണ്. അത് 99% ബിനൈൻ ആണ്. പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ അല്ല. 1% ചാൻസേ ഉള്ളൂ അത് ക്യാൻസർ ആണ്. അപ്പൊ ഈ ഫൈബ്രോയിഡ് ഉള്ള ആൾക്കാർക്ക് ഫൈബ്രോയിഡ് എപ്പോഴാണ് ചികിത്സിക്കേണ്ടത്? ഇനി ഫൈബ്രോയിഡ് ഇപ്പം ഒരു ഗർഭാശയത്തിൽ നാളികേരം മാതിരി സംഘടിപ്പിച്ച് നോക്കും. അതിനൊരു ചകിരിയുണ്ട്, ഒരു ചിരട്ടയുണ്ട്, ഉള്ളില് നാളികേരമുണ്ട്. അപ്പൊ ഈ യൂട്രസിനും ഇങ്ങനെ 3 ഭിത്തികളുണ്ട്. ഒരു ഔട്ടർ ലെയർ, മിഡിൽ ലെയർ, ഇന്നർ ലെയർ. അപ്പൊ ഇവിടെയൊക്കെ ഫൈബ്രോയിഡ് വരാം. ചിലപ്പോൾ 2 ലെയറിൽ കൂടി വരാം. ചിലപ്പോൾ ഈ പുറമെ വളരുന്ന ഫൈബ്രോയിഡ് നമുക്ക് സിംറ്റംസ് ഒന്നും തരില്ല. അതിങ്ങനെ വലുതായി ചിലപ്പോൾ വയറിൽ ഒരു കട്ടി നമുക്ക് തോന്നും, വയറിങ്ങനെ വിളുപ്പായിട്ട് തോന്നും, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഫൈബ്രോയിഡ് വളരെ വലുതായിട്ടാണ് സ്ത്രീകൾ വരാറുള്ളത്. അത് പുറത്തെ ഭിത്തിയിൽ വളരുന്ന ഫൈബ്രോയിഡാണ്. പിന്നെ മിഡിൽ ഭിത്തിയിൽ അല്ലെങ്കിൽ ഉള്ളിൽ വളരുന്ന ഫൈബ്രോയിഡ് ആണെങ്കിൽ വേഗം സിംറ്റംസ് വരും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഹെവി ബ്ലീഡിങ് ഉണ്ടാവും, ക്ലോട്ട്സ് പാസ് ചെയ്യും, പിന്നെ ബ്ലീഡിങ് നിൽക്കാറേ ഇല്ല. അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ സ്കാൻ ചെയ്യുമ്പോഴാണ് ഫൈബ്രോയിഡ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ വെറുതെ സ്കാൻ ചെയ്താൽ ചിലപ്പോൾ എല്ലാവർക്കും 1-2 സെന്റിമീറ്റർ അങ്ങനെയുള്ള ഫൈബ്രോയിഡ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ചികിത്സിക്കേണ്ട ആവശ്യമില്ല. ഫൈബ്രോയിഡ് ചികിത്സ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ സിംപ്റ്റമാറ്റിക് ഫൈബ്രോയിഡ് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്, ഫൈബ്രോയിഡ് കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ചികിത്സിക്കണം. പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലീഡിങ് പ്രോബ്ലംസ് ഉണ്ടാവുക, അല്ലെങ്കിൽ യൂറിൻ ഇങ്ങനെ ചിലപ്പോൾ പാസ് ചെയ്യാതെ റിട്ടൻഷൻ, ചിലപ്പോൾ ബ്ലോക്കായി, അങ്ങനെയുള്ള ഫൈബ്രോയിഡിന്, അല്ലെങ്കിൽ ഒത്തിരി വലുപ്പം 5 സെന്റിമീറ്റർ വരെയുള്ള ഫൈബ്രോയിഡ്, റാപ്പിഡ്ലി ഗ്രോയിങ് ഫൈബ്രോയിഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ കൊല്ലം ചെയ്തു, അടുത്ത കൊല്ലം ചോദിക്കുമ്പോഴത്തേക്ക് അതിനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഫൈബ്രോയിഡ് മാത്രമേ ചികിത്സിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവേണ്ട ചികിത്സ അങ്ങനെയുള്ള ഫൈബ്രോയിഡ് ചികിത്സിക്കാറുണ്ട്. അങ്ങനെയുള്ള ഫൈബ്രോയിഡിന് ഇപ്പോൾ ഒത്തിരി ടെക്നോളജി വളരെ കൂടിയിട്ടുണ്ട്. നമ്മൾ ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ ദൂരബീൻ അല്ലെങ്കിൽ ഈ ഹോളിൽ ഫൈബ്രോയിഡ് നീക്കം ചെയ്യുന്നത്. ഇവൺ റോബോട്ടിനെ കൊണ്ട് നമുക്ക് ഫൈബ്രോയിഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. റോബോട്ട് എന്ന് പറഞ്ഞാൽ റോബോട്ടല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഡോക്ടറാണ്. റോബോട്ടിന്റെ ആംസ് മാത്രമേ വെച്ച് ഡോക്ടറാണ് ഇവിടെ കൺസോളിൽ ഇരുന്നിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ ഗുണം എന്താ വെച്ചാൽ പണ്ടൊക്കെ ഫൈബ്രോയിഡ് ഞങ്ങൾ പഠിക്കുന്ന കാലത്തൊക്കെ വയറ് തിരുമി സിസേറിയൻ മാതിരിയായിരുന്നു ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്താ വെച്ചാൽ കീബോർഡ് 3 ദ്വാരമായിട്ട് ഫൈബ്രോയിഡ് നീക്കം ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ റോബോട്ടിന് നീക്കം ചെയ്ത് അങ്ങനെ ചെയ്യാൻ റോബോട്ടിനെ നീക്കം ചെയ്യും. അപ്പോൾ അതാണ് ഫൈബ്രോയിഡിനെ കുറിച്ച്. പിന്നെ പിന്നെ മെനോപോസ് ഒരു ഹോട്ട് ടോപ്പിക് ആണ്.
ഒരു 48 തൊട്ട് 53 വയസ്സുള്ള ആൾക്കാർക്കാണ് ഈ മെനോപോസ് ആവുന്നത്. മെനോപോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനോപോസ് ഒരു വർഷം കംപ്ലീറ്റ് പീരീഡ് വന്നില്ലെങ്കിലാണ് മെനോപോസ് എന്ന് പറയുന്നത്. 40 വയസ്സിന് മുന്നേ പീരീഡ് നിൽക്കാൻ പാടില്ല. 40 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി മെനോപോസ് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും. ഏർലി മെനോപോസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ നമ്മൾ സംസാരിച്ചല്ലോ, ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോണാണ് ബോഡിയിലെ എല്ലാ ആക്ഷനും, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ, ഹാർട്ടിന്റെ ഹെൽത്തിന്, ബോൺ ഹെൽത്ത്, നമ്മുടെ കാൽഷ്യം ഡെപ്പോസിഷൻ അല്ലെങ്കിൽ അതിനൊക്കെ സഹായിക്കുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ. അപ്പൊ 40 വയസ്സിന് മുന്നേ ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഏർലി മെനോപോസ് ആയ സ്ത്രീകൾക്ക് ബോണും വീക്കാവും, ഹാർട്ട് അസുഖം, പിന്നെ കൊളസ്ട്രോൾ വരാനുള്ള ഇതുണ്ടാവും. 48 അപ്പോൾ പൊതുവായിട്ട് കാണുന്ന 48 to 53, 54 ഇയേഴ്സ് കഴിഞ്ഞിട്ട് പീരീഡ് നിർത്തുന്നില്ല എന്ന് വെച്ചാൽ അവർ ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഈ മെനോപോസിന്റെ സമയമാകുമ്പോഴത്തേക്ക് സ്ത്രീകൾക്ക് ഒത്തിരി ഹോട്ട് ഫ്ലഷസ്, ഭയങ്കര ചൂട്. അവിടെ എന്താ പറയാ, അതുവരെ ഫാൻ ഉപയോഗിക്കാത്ത വ്യക്തി രാത്രി ഭർത്താവ് കിടക്കുമ്പോൾ പറയും, നീ എന്താണ് ഏത് നേരം AC ഇടുന്നത്, എനിക്ക് ഇവിടെ തണുത്തൊരു കിടക്കാൻ വെച്ചു, എനിക്ക് പണ്ട് ഫാന് പോലും വേണ്ടിയിരുന്നില്ല. ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് പിന്നെ അടുക്കളയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഒത്തിരി ഇങ്ങനെ ചൂട് അനുഭവപ്പെടുക, അതിങ്ങനെ പെട്ടെന്ന് എല്ലാവരോടും ദേഷ്യം പിടിക്കുക. അത് ഭർത്താക്കന്മാർക്ക് എവിടെയുള്ളവർക്കൊക്കെ അറിയാം. മെനോപോസ് ഉള്ള സ്ത്രീകള് ഇറിറ്റേഷൻ, പെട്ടെന്ന് മൂഡ് സ്വിങ്സ് വരിക, അറിയാണ്ട് കരഞ്ഞോണ്ടേയിരിക്കും, ചിലപ്പോൾ ഒരു കാരണം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് മെനോപോസ് ആവുന്നവർക്കാണ് എന്തും. പിന്നെ ഡ്രൈനസ്, സ്കിന്നിന്റെ ഡ്രൈനസ്, യൂറിൻ പ്രോബ്ലംസ്, ഇതൊക്കെ മെനോപോസിന്. അത് റീസൺ എന്താ വെച്ചാൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നതുകൊണ്ടാണ്. ഈസ്ട്രജൻ ഹോർമോൺ ചില മാസം ഓവുലേഷൻ നടക്കുമ്പോൾ നല്ലപോലെ, ചില മാസം അങ്ങനെ കുറഞ്ഞിരിക്കുമ്പോഴാണ് ഈ സിംറ്റംസ് വരുന്നത്. അപ്പൊ ഇതിനുള്ള ട്രീറ്റ്മെന്റ് എന്താ വെച്ചാൽ ഭർത്താക്കന്മാർ സൂക്ഷിക്കുക. അത് അങ്ങനെയാവുമ്പോൾ അവരെ സപ്പോർട്ടാണ് ഏറ്റവും ആവശ്യം. ആ സമയത്ത് നമ്മൾ എന്താ പറയുക, എൻ്റെ വൈഫ് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ഫേസ് കൂടിയാണ് പോകുന്നത്. അവരുടെ സപ്പോർട്ടാണ്. പിന്നെ സ്ത്രീകൾ പൊതുവെ ലൈറ്റ് ആയിട്ടുള്ള തുണികൾ ഉപയോഗിക്കുക, കോട്ടൺ തുണികൾ ഉപയോഗിക്കുക. പിന്നെ അടുക്കളയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആദ്യ സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അടുക്കളയിൽ പോവാം. ചൂടത്ത് ഇങ്ങനെ അടുപ്പിൻ്റെ അടുത്ത് അധികം നിൽക്കരുത്. പിന്നെ AC ഉപയോഗിച്ചോട്ടെ, സാരമില്ല, കറണ്ട് ബില്ല് ഭർത്താവ് കൊടുത്തോട്ടെ, അല്ലെങ്കിൽ അവർ ഭർത്താവ് കൊടുക്കേണ്ട ആവശ്യമില്ല. സ്ത്രീകൾ തന്നെ എംപവേർഡ് ആണ്. ഞാൻ ഇന്നത്തെ ദിവസം അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അപ്പം അങ്ങനെ AC കുറച്ച് അധികം ഉപയോഗിച്ചാലൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ ലൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് അടുപ്പിൽ അധികം കഴിക്കുക. പിന്നെ ഈ ഭക്ഷണ സാധനങ്ങൾ, പണ്ടത്തെ സ്ത്രീകൾക്ക് തിരുവാതിര സമയത്ത് നിങ്ങൾക്കൊക്കെ കാച്ചില്, പൂവ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ, എപ്പോഴെങ്കിലും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഈ സമയത്ത് ഇതൊക്കെ ഭക്ഷണം കഴിച്ചത്? ഇതൊക്കെ ഫൈറ്റോ ഈസ്ട്രോജൻസ് അല്ലെങ്കിൽ പ്ലാന്റ് ഈസ്ട്രോജൻസ് ഉള്ള സാധനങ്ങളാണ്. ഈ എസ്പെഷ്യലി ഇപ്പോഴാണ് നമ്മളെ കുറച്ചുകൂടി കേൾക്കുന്ന ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, മറ്റേ സെസം, ഇതൊക്കെ പണ്ടത്തെ ആൾക്കാർ കാച്ചില്, പൂവ, ചേന, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ സോയ പ്രോട്ടീൻ ഇസ് ഓൾസോ റിച്ച് ഇൻ ഐസോഫ്ലേവൻസ്. അങ്ങനെ സോയ ഉപയോഗിക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഫ്ലാക്സ് സീഡ്സും വളരെ നല്ലതാണ്. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നവർ ഉപയോഗിച്ചോളി, മറ്റവര് ഈ ഇത് ഉപയോഗിക്കാം. അപ്പൊ ഇതുകൊണ്ടാണ് ഈ തിരുവാതിര സമയത്ത്, ആ സമയത്ത് ഈ എസ്പെഷ്യലി അങ്ങനെ എന്താ പറയാ, അമ്മമാരും മറ്റേ അവരുടെ എന്താ പറയാ അങ്ങനെ അമ്മമ്മമാരും ഇതൊക്കെ ഉപയോഗിച്ച് നമ്മളൊക്കെ കണ്ട് വളർന്ന ആൾക്കാരാണ്. അപ്പൊ ഈ സമയത്ത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് ഇമ്പോർട്ടൻറ്റ്. കുറച്ച് ഭക്ഷണ രീതി നമ്മൾ ഫാറ്റി, ഫ്രൈഡ് ആയിട്ടുള്ള അധികം കഴിക്കാനില്ല, വളരെ ലളിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ നോക്കുക. പിന്നെ ഭയങ്കര എരിവ്, മസാല ഇങ്ങനത്തെയൊക്കെ ഒഴിവാക്കുക. പിന്നെ ഇത് എക്സസൈസ് ഒരു 30 മിനിറ്റ് നേരം ഒരു ദിവസം. എല്ലാവർക്കും എന്താ പറയുക, അത് എനിക്ക് സമയമില്ല, എനിക്ക് ഭയങ്കര ബിസിയാണ്, എനിക്ക് ഓഫീസിൽ പോകണം, എനിക്ക് കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഇത് മെനോപോസ് ആയ സ്ത്രീകൾക്കല്ല, എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾക്കും പറയുന്നത് 30 മിനിറ്റ് ഒരു ദിവസം സ്പെയർ ചെയ്യാൻ പറ്റാത്ത ഒരാളും ഉണ്ടാവില്ല. പണ്ടത്തെ പ്രധാനമന്ത്രി വാജ്പേയി കവിത എഴുതാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്താണ് അതിന് സമയമില്ലാത്തത്? എല്ലാവർക്കും അത് എങ്ങനെയെങ്കിലും സമയം, ഞങ്ങളെ ബിസി ഷെഡ്യൂളിൽ കൂടി 1 മണിക്കൂർ ഞങ്ങൾ എക്സസൈസിന് വേണ്ടിയിട്ട് സ്പെയർ ചെയ്യാൻ എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കി ആ സമയത്ത് ചെയ്യണം. അപ്പോൾ അത് നമ്മുടെ ജീവിത രീതിയിൽ ഒരു വ്യായാമം, ഒരു ഇതായിട്ട് ചേർക്കുകയാണെങ്കിൽ പല അസുഖങ്ങളും, ഡൂർമേഡോസ് തൊട്ടിട്ട് ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ഡയബറ്റീസ്, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ, നമുക്ക് PCOD ഇതൊക്കെ ചേർക്കാൻ പറ്റുന്ന ഇതാണ് ഇത് ഉള്ളത്. പിന്നെ മെനോപോസിന്റെ സമയത്ത് പിന്നെ ഈ ബോൺ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. കാൽഷ്യം എന്ന് പറഞ്ഞാൽ
ഭക്ഷണങ്ങൾ ഒത്തിരി കഴിക്കുക. അതിനാണ് ഈ സ്പ്രൗട്ട്സ്, പിന്നെ ഈ ഇതിൻ്റെ നമ്മുടെ ബനാനൻ്റെ നമ്മളിത് കഴിക്കില്ലേ, എന്താ പഴത്തൊലി, അത് പച്ചക്കായ, അതിലൊക്കെ നല്ല കാൽഷ്യം. പിന്നെ റാഗി, പൂവ ഇതൊക്കെ കഴിക്കുന്നതൊക്കെ കാൽഷ്യം കൂടുതലാണ്. അല്ലെങ്കിൽ കാൽഷ്യം ടാബ്ലറ്റ്സ് കഴിക്കുന്നതുകൊണ്ടും തെറ്റൊന്നുമില്ല. പിന്നെ ബോൺ ഹെൽത്ത് കൂട്ടാൻ എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ മരുന്ന് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. മസിൽ ട്രെയിൻ വെയ്റ്റ്സ് എടുക്കുന്ന ആൾക്കാർ വെയ്റ്റ്സ് എടുക്കുക, അല്ലെങ്കിൽ എക്സസൈസ് ഈ നടക്കുന്ന ആൾക്കാർ നടക്കുന്നതൊക്കെ എപ്പോഴും മസിൽ സ്ട്രെങ്ത് കൂട്ടിയാൽ തന്നെ ബോണിൻ്റെ സ്ട്രെങ്ത്തും കൂടുന്നു. അങ്ങനെ പിന്നെ ഈ ഡ്രൈനെസ്സിന് ചിലവർ ഒത്തിരി ഇതൊക്കെ എന്താ പറയുക ക്രീംസും ഇതൊക്കെ ഉപയോഗിക്കുക. പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഇല്ലാണ്ട് നോക്കുക, വെള്ളം കുടിക്കുക. അങ്ങനെയാണ് ബോൺ ഹെൽത്ത്, ഹാർട്ട് ഹെൽത്ത് ഞാൻ പറഞ്ഞത്. അതൊക്കെയാണ് മെനോപോസിന്റെ സമയത്ത്. പിന്നെ അടിക്കടി ചെക്കപ്പ്, എല്ലാ വർഷവും ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സ്ഥാനാർബുദത്തിന് എസ്പെഷ്യലി മാമോഗ്രാഫി, പിന്നെ പാക്സ്മിയർ ഞാൻ പറഞ്ഞു 3 വർഷത്തിൽ ഒരിക്കലും ചെയ്താൽ മതി. പിന്നെ ബോൺ ഡെൻസിറ്റി, ബോൺ മെറ്റീരിയൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, BMD ടെസ്റ്റിംഗ്. ഇതൊക്കെ എല്ലാ ടെസ്റ്റും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നതിന് 4-5 ഫാമിലി കഴിക്കുന്നതിന് 2 ദിവസം കഴിക്കുന്ന അത്രയും ചിലവ് വരും. അപ്പൊ അത് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവർക്കും. ഇനി വേറെ വലിയ ക്വസ്റ്റ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഒരു DMP സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനു മുന്നേ ഞാൻ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നതായിരുന്നു ടീച്ചർ. അപ്പോൾ ഞങ്ങൾ ഒരു 2 ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവാണ്ടിരിക്കട്ടോ. അതൊന്നും എല്ലാം മനസ്സിലായ ആൾക്കാർക്കും തീരെ ഒന്നും മനസ്സിലാവാത്ത ആൾക്കാർക്കും. അപ്പോൾ ഇതിൽ ഏതാണ് ഇതിങ്ങളുള്ളത് തീരുമാനിക്കുക അല്ലേ? എല്ലാം മനസ്സിലായില്ലേ? നല്ലൊരു ക്ലാരിറ്റി അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ചിരിക്കണേ? നമുക്ക് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അഞ്ജന പറഞ്ഞ മാതിരി, അഞ്ജനല്ല സന്ധ്യ പറഞ്ഞ മാതിരി ഏജ് ഇസ് എ നമ്പർ ഓൺലി. അപ്പോൾ ഏജ് എല്ലാവരും വളരെ മനോഹരമായിട്ട് എന്തൊരു അടിപൊളിയായിട്ട്, ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു വന്ന് കണ്ടത്. വളരെ നന്നായിട്ട് ഡാൻസ് കളിച്ചു നിങ്ങളെല്ലാവരും. അപ്പോൾ അതാണ് ഏജ് ഒരു നമ്പർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആരോഗ്യവതിയായ സ്ത്രീകൾ ഉണ്ടാകാൻ തന്നെ നമ്മളെ കുടുംബം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, സമൂഹം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ കമ്മ്യൂണിറ്റി, വേൾഡ് എല്ലാം മുന്നോട്ട്. ഇപ്പോൾ സ്ത്രീകളാണ് എല്ലാവരും ഈ ചുക്കാൻ പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമ്മൾ ഹെൽത്തിന് ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഇത് കണ്ടുപിടിച്ചു, ഡോക്ടർ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചു, എന്നെ എന്തെങ്കിലും ചെയ്യും അങ്ങനെ വിചാരിക്കാണ്ട്, അപ്പോൾ നിങ്ങൾ വിശ്വാസമുള്ള സ്ഥലത്ത് പോയിട്ട്, എല്ലാ സ്ഥലത്തും അങ്ങനെയാണല്ലോ. ഇപ്പോൾ കടയിൽ പോയാലും ചില സ്ഥലത്ത് ചീറ്റിംഗ് ഉണ്ടാവും, ചില സ്ഥലത്ത് ഉണ്ടാവും. അതേപോലെ തന്നെ എല്ലാ ഇതിലും ഉണ്ടാവും. പക്ഷെ നിങ്ങൾ വിശ്വാസമായിട്ടുള്ള ഫാമിലി ഡോക്ടറോ അല്ലെങ്കിൽ അവരെ സമീപിച്ച് ഹെൽത്ത് ചെക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആക്ച്വലി ഒരു 35-40 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും ഹെൽത്ത് ചെക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ്. കൂടെ നിന്ന് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു അതുപോലൊരു ഫീൽ കിട്ടില്ലേ? എഡ്യൂക്കേഷൻ അല്ല, അതൊരു ഹംബിൾ ആയിട്ടുള്ള ഒരു നേച്ചർ അത് പ്രസന്റ് ചെയ്യാന്ന് പറയുന്നത്, അതാണ് ഏറ്റവും വലിയൊരു ക്യാരക്ടർ എന്ന് പറയുന്നത്. Like I felt so emotional when Madam spoke so well. Thank you so much. Thank you so much, ma'am. It was really ടാർഗറ്റ് ആക്കണം, റെഡ് ഒക്കെ ഗ്രീൻ ആക്കേണ്ടതാണ് നമ്മളെ എപ്പോഴും ചാലഞ്ച് എടുക്കണം. ഇക്കിഗായി വായിച്ച എത്ര ആൾക്കാരുണ്ട്? ചെറിയ കുട്ടികളൊക്കെ ഇക്കിഗായി. യെസ്, യു ഷുഡ് ഓൾ റീഡ്. അതിലെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ജപ്പാനീസ് വേ ഓഫ് അവരുടെ ലിവിങ് ആണ്. ഏറ്റവും കൂടുതൽ നല്ലപോലെ ജീവിത രീതി, ഹെൽത്തി ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാരാണ് ഈ ജപ്പാനിലുള്ള ആൾക്കാർ. അവരെന്താണെന്ന് വെച്ചാൽ അവര് അഡോപ്റ്റ് ചെയ്ത രീതിയാണ് ഇക്കിഗായി എന്ന് പറഞ്ഞത്. അവരെന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഇന്ത്യൻസ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് മലയാളികൾക്ക് എല്ലാത്തിനും ഒരു പേടിയും ഒരു കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഒരു തൻ്റെയിടം ജാസ്തിയാണ്. നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എൻ്റെ വീട്ടിലൊന്നും ഇതുണ്ടായിട്ടില്ല, എനിക്കൊന്നും വരും. പക്ഷെ അങ്ങനെയല്ല, നമ്മളത് പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. അവരെന്തെങ്കിലും വെച്ചാൽ അവരെന്തെങ്കിലും ഒരു അസുഖം, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരു അസുഖം പോട്ടെ, എനിക്കിത് അച്ചീവ് ചെയ്യണം, എൻ്റെ ലൈഫിൽ എനിക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരാദ്യം ഒരു ഗോള് സെറ്റ് ചെയ്യും. ഗോള് സെറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവര് നമുക്ക് ഇതിനു മുന്നേ എന്തൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെന്ന് അത് മനസ്സിൽ എങ്ങനെ ഇട്ട് ആലോചിക്കുക. ചിലർക്ക് എന്താ പറയാ, ആദ്യമായിട്ട് ഞാൻ ഒരു 45 വയസ്സിലാണ് സൈക്ലിംഗ് പഠിച്ചത്. എനിക്ക് ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു സൈക്കിളിൽ പഠിക്കണം എന്നുള്ളത്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛന് പേടിയായതുകൊണ്ട് എൻ്റെ അച്ഛൻ
എന്നെ കാറ് പഠിപ്പിച്ചില്ല, സൈക്കിൾ പഠിപ്പിച്ചില്ല. എന്നെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഭർത്താവ് കാറ് പഠിപ്പിച്ചത്. സൈക്കിൾ എന്നെ മകൻ കൂടി പറയും, 10-20 വയസ്സുള്ള മകനാണ്. അപ്പം അവൻ പറഞ്ഞു അമ്മ പഠിക്കൊന്നും വേണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു വാശിക്ക് അങ്ങോട്ട് പറഞ്ഞു, ഞാൻ എവറസ്റ്റിൽ അയാളോട് അവിടെ പോയി പറഞ്ഞു എനിക്ക് പഠിക്കണം സൈക്കിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അയാൾ എന്നെ കുറച്ച് വീഴ്ത്തിയപ്പെട്ടു. പക്ഷെ 2 ദിവസത്തിനുള്ളിൽ ഞാൻ സൈക്കിൾ പഠിച്ചു. അപ്പൊ അങ്ങനെയാണൊരു ഞാനൊരു 15 കിലോമീറ്റർ 20 കിലോമീറ്റർ എനിക്ക് തോന്നിയാൽ ഞാൻ സൈക്കിൾ പഠിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാം. എന്തൊക്കെ നമ്മൾ ഇതിനുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിനെ മനസ്സിലാക്കി നോക്കാം. അപ്പൊ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. നത്തിങ് ഇസ് ഇമ്പോസിബിൾ, എവറിത്തിങ് ഇസ് പോസിബിൾ എന്നുള്ളത് ആലോചിക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ അതാണ്. അപ്പൊ ഈ റെഡായിട്ട് അതാണ് മാഡം പറഞ്ഞ മാതിരി റെഡും ഗ്രീനും ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വിചാരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ മോശമായതുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ ജനറ്റിക്കോ ഹെറിഡിറ്റിയോ അതുകൊണ്ടാണ്. പക്ഷെ നമുക്കത് എങ്ങനെ വർക്ക് ചെയ്തിട്ട് അതിന് നന്നാക്കാൻ പറ്റുമോ അതിനാണ് നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യേണ്ടത്. കാരണം എല്ലാവർക്കും ചെറിയൊരു ലൈഫാണ്. ചിലവർ 50 വയസ്സിൽ പോകും, ചിലവർ 60 വയസ്സ് പോകും, ചിലവർ 30 വയസ്സ് പോകും, ചിലവർ 80 വയസ്സിലും മരവിക്കുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മൾ ആ ജീവിതത്തിന്റെ സമയത്ത് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കേണ്ടത് നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാൻ സുഖമായിട്ട് ജീവിക്കുന്ന സമയത്ത് നല്ലപോലെ ഇരിക്കാനാണ് ഹെൽത്ത് ചെക്കപ്പിന്റെ ആവശ്യം. Thank you so much, ma'am. It was really a very informative session, and we sincerely thank you from the bottom of our heart, ma'am. It was really a wonderful session we had. നമുക്കറിയാം being a Saturday, മാമിന് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, അധികം ബുദ്ധിമുട്ടിക്കൊന്നും ശരിയല്ല. സോ നന്ദി സൂചകമായിട്ട് ചെറിയൊരു ഉപഹാരം നൽകുന്നതിനായി സുജാത ശശികുമാറിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Please give a big round of applause, please.